ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം നമ്മൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഒരു തീരാ നഷ്ടമായിട്ട് മാറും. കാരണം ഒരു വ്യക്തി എങ്ങനെ ജീവിതത്തിൽ ആർസിഎമ്മിലൂടെ വേറൊരു തലത്തിലേക്ക് മാറാം, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമിംഗ് ലൈഫ്സ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന ഒരു ടാഗ് ലൈൻ 100% തന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അത് എല്ലാവരുടെ മുന്നിലും കാണിച്ചു കൊണ്ടുവന്ന ഒരാളാണ് ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു പ്രോഗ്രാമിൽ കയറണം. നിങ്ങൾ മാത്രം കയറിയാൽ പോരാ, നിങ്ങളുടെ അടുത്ത ജനറേഷൻ, ഫ്യൂച്ചർ ജനറേഷനെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് കയറ്റണം. അവരിത് കേൾക്കണം. കാരണം ഇന്നത്തെ ഇന്ത്യ ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇന്നത്തെ അവസരങ്ങൾ എത്രത്തോളം ഉണ്ട്, ഈ അവസരങ്ങൾ നമുക്ക് ഫലപ്രദമാക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അതിനെല്ലാത്തിനും ഒരു ഉത്തരം ഇന്നത്തെ ഒരു സെഷനിലൂടെ നമുക്ക് കിട്ടും. നമ്മുടെ ഒരു റിക്വസ്റ്റ് പ്രമാണിച്ച് നമ്മൾ ഒരുപാട് കാലത്തെ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫോളോ പ്രമാണിച്ചിട്ടാണ് ഇന്ന് നമുക്ക് ഈ ഒരു പ്രോഗ്രാം കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഒരുപാട് തിരക്കുകൾ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇന്നത്തെ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ കുറച്ചു നേരം കൊണ്ടുവന്ന് ഇരുന്ന് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും കൊണ്ടുവന്നിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ബിസിനസ്സിന് ഏറ്റവും വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. യൂത്ത് ഐക്കൺ പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടി ഈ അവസരത്തിൽ തന്നിരിക്കുന്ന മറ്റാരുമല്ല, നമ്മുടെ സഫയർ, ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള സഫയർ മൂർത്തി സാറാണ്. അദ്ദേഹത്തിന് ഈ ഒരു അവസരത്തിൽ ഞാൻ വെൽക്കം ചെയ്യുന്നു. ഒപ്പം തന്നെ കേരളത്തിന്റെ പരശുരാമൻ എന്നറിയപ്പെടുന്ന നമ്മുടെ സുജിത് സാറ് കോഴിക്കോട് ഒരു ഷോപ്പ് ഇട്ടുകൊണ്ട് തന്നെ ആ ഒരു ഷോപ്പിലൂടെ തന്നെ ഇന്ന് കേരളത്തിൽ ഒട്ടാകെ ഷോപ്പുകളിലേക്ക് എത്തിച്ച ഒരു വ്യക്തി നമ്മുടെ സുജിത് സാറിനെയും ഈ ഒരു വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്റ്റാർ റൂബി അച്ചീവർ ആൻഡ് റൂബി അച്ചീവേഴ്സ്, സ്റ്റാർ എമറാൾഡ് അച്ചീവേഴ്സ് ആൻഡ് ഓൾ ടെക്നിക്കൽ അച്ചീവേഴ്സ്, ഒപ്പം തന്നെ റോയൽറ്റി അച്ചീവേഴ്സ് ആൻഡ് വൈറ്റൽ അച്ചീവേഴ്സ്, ഇവരെല്ലാവരും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം നമുക്ക് കളയാനധികം സമയമില്ല, എന്നാൽ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അതിഥി മറ്റാരുമല്ല, കഴിഞ്ഞ മെയ് പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് പങ്കെടുത്ത ഒരു പ്രോഗ്രാമാണ്. ഏറെക്കുറെ 5000 പേരാണ് കഴിഞ്ഞ കൊല്ലത്തെ യൂത്ത് എംപവറിംഗ് പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നത്. അതിൽ സ്റ്റേജിൽ 10 മിനിറ്റോളം ആ 5000 പേരെ നിർത്തി കത്തിച്ച ഒരാളാണ്. കാരണം ആ ഒരു സ്പീച്ച് കേട്ട ഒരാൾക്ക് പോലും ആർസിഎം വിട്ടു പോകാൻ തോന്നില്ല എന്ന് മാത്രമല്ല, നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കും, ഞാൻ എന്താണ് ഇത്രകാലം ചെയ്തത്. കാരണം അത്തരത്തിലൊരു സ്പീച്ചാണ് മാഡം ഡെലിവർ ചെയ്തത്. നമുക്ക് വേണ്ടി ഇന്ന് സ്പെഷ്യൽ അതിഥിയായിട്ട് എത്തുന്നത് മറ്റാരുമല്ല, ബീഹാറിൽ നിന്ന് മധുസുതി മാഡമാണ്. മാഡത്തിനെ പറ്റി പറയുകയാണെങ്കിൽ തന്റെ പഠനത്തിന്റെ ഒപ്പം തന്നെ ആർസിഎം എന്നൊരു പ്രസ്ഥാനത്തെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ അതിനെ സമാസമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ഇന്ന് ആർസിഎമ്മിൽ 1 ലക്ഷത്തിന് മേലെ വരുമാനം മേടിക്കുന്ന എമറാൾഡ് അച്ചീവറായിട്ട് മാറി എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു PhD സ്കോളർ കൂടിയാണ്. ഒപ്പം തന്നെ സക്സസ് കർവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരു ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ ഇന്ന് ഇന്ത്യയിലെ തന്നെ യങ്സ്റ്റേഴ്സ് റോൾ മോഡലായിട്ട് കാണുന്ന ഒരു വ്യക്തി, സുരേന്ദ്ര ഭട്ട് സാറിന്റെ ടീമിൽ അസോസിയേറ്റ് ചെയ്ത് ഇന്ന് ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ ജനങ്ങൾക്ക് അനുദിനം എടുത്തുകൊണ്ടുവയ്ക്കുന്ന ഒരു വ്യക്തി. സൂമിലെ പല പ്രോഗ്രാമുകളും ഞാൻ കാണാറുണ്ട്, അതിലെ പല ആശയങ്ങളും ഞാൻ എടുക്കാറുണ്ട്, ഞാൻ എന്റെ ടീമിന് പങ്കുവെക്കാറുണ്ട്. അപ്പൊ ഒരുപാട് അറിവുകൾ നമ്മുടെ കൂടെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും തീർച്ചയായിട്ടും ധന്യരാണ്. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം കേരളത്തിലേക്ക് ബീഹാറിൽ നിന്നുള്ള, ബീഹാറിന്റെ മകൾ, അതുപോലെ തന്നെ ബീഹാറിൽ നിന്ന് ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഒരു മുഖച്ഛായയായിട്ട് മാറി, യങ്സ്റ്റേഴ്സിന്റെ ഒരു മുഖച്ഛായ മാറിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ മാഡത്തിനെ ഹൃദയത്തോടു കൂടിയിട്ട് നല്ലൊരു വെൽക്കം ഞാൻ ഇവിടെ കൊടുക്കുന്നു. എല്ലാവരും നിങ്ങളുടെ വീഡിയോ ഓണാക്കിയിരിക്കുക. ഒപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാം ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പേനയും പുസ്തകങ്ങളും എല്ലാം വേണം. ഓക്കെ, സോ വിത്ത് എ വെരി hearty welcome, I request Madhu madam to the stage, because as we all were expecting you for a very, very long time, and since I have been seeing your programs for a very long time, and after that there have been the May Empowering program, which you did an outstanding performance on the stage, and from there on till now I have followed all your videos and I have teached my team whatever you have taught through your videos. And with a very hearty welcome, Kerala teams invite the daughter of Bihar, the face of women empowerment and the inspiration of students, Madhusudhi madam, please come on the stage. Thank you so much. Thank you so much. First of all, clapping for you. And Arjun sir, you are outstanding. Your edification makes me more responsible, and I will try my best to cover all the topics you have given to me. And thank you so much. And your edification were very good. You introduced me and welcome all the senior to vital achievers. कहते हैं कि जब आप बड़े लेवल से लेके सभी छोटे लेवल से, छोटे लेवल क्या, आज जो छोटे वो बड़े लेवल पे आएंगे, तो आपने उन सभी साथियों का बहुत अच्छे से वेलकम किया, तो थैंक यू सो मच. बहुत सारे मैसेज आ रहे हैं, डोंट वरी, मैं हिंदी में ही बात करूंगी तो आपको समझ में आने वाले हैं, तो सर ट्रांसलेट करेंगे.
तो जो हिंदी भाषी लोग हैं, सो डोंट वरी, आपके लिए भी ये प्रोग्राम होगा और सबके लिए होगा, सो डोंट वरी। हिंदी और मलयालम में ये प्रोग्राम होगा। फर्स्ट मैं हिंदी में बात करूंगी और फिर मलयालम में अर्जुन सर ट्रांसलेट करेंगे। तो अर्जुन सर, फर्स्टली थैंक यू सो मच आपके एडिफिकेशन के लिए, और आपने जिस तरीके से इंट्रोडक्शन दिया, मुझे मलयालम समझ नहीं आती, बट मैं इंग्लिश के वर्ड्स पकड़ पकड़ के मैं चीजों को कनेक्ट करके समझने की कोशिश कर रही थी। तो मुझे इतना समझ में आया कि आप सभी सीनियर साथी से लेके वाइटल अचीवर्स तक सबका वेलकम किए और सबको कंट्रीब्यूशन का पार्ट माने, और ये चीजें दिखाती है कि हम अपने टीम के सभी मेंबर्स को कैसे हम जोड़ के रख सकते हैं, ऐड करके रख सकते हैं। तो आज के प्रोग्राम का ओवरव्यू मैं आप सभी को दे देती हूँ। फर्स्ट मैं इंट्रोडक्शन पे बात करूंगी कि मैं कौन हूँ, कहाँ से आई हूँ, क्या करती हूँ। उसके बाद हम बात करेंगे डायरेक्ट सेलिंग के बारे में, और डायरेक्ट सेलिंग में इंडिया में क्या स्कोप है उसके बारे में बात करेंगे। फिर आरसीएम ही क्यों करना है उसके बारे में बात करेंगे, और फिर मैं बात करूंगी कि डायरेक्ट सेलिंग इंडस्ट्री में आरसीएम ने मुझे क्या क्या दिया है। क्योंकि मैं ये नहीं बोल सकती कि आपके कौन कौन से ड्रीम पूरे हो सकते हैं, क्योंकि सबकी अलग अलग सिचुएशन है, अलग अलग अपनी अपनी सबकी अपनी ड्रीम्स हैं। बट मैं ये बता सकती हूँ कि मेरे कौन से ड्रीम्स पूरे हुए हैं, और हो सकता है उस डॉट को जब आप कनेक्ट करेंगे तो मे बी आपको वो सारे आपके ड्रीम, आपके जो आपको जो चाहिए वो शायद आपको मिल सकता है। एंड लास्टली, लास्ट बट नॉट द लिस्ट, एक्शन प्लान, कि हम कैसे बहुत जल्दी अच्छा ग्रोथ कर सकते हैं। हालांकि मैं जिस टीम में बैठी हूँ उस टीम में पूरी इंडिया की रिकॉर्ड को तोड़ा है, एंड उस टीम में आना ही मेरे लिए सौभाग्य है, जिसको देख के मैं इंस्पायर हुई हूँ कि मैं भी बहुत अच्छा ग्रोथ कर सकूं। वन ऑफ द फास्टेस्ट ग्रोइंग टीम सीआरएन मूर्ति सर की टीम, और सीआरएन मूर्ति सर को जब जब देखती हूँ तो मैं उनसे बहुत ज्यादा इंस्पायर होती हूँ। रंजीत सर की एक वेबिनार मैंने अटेंड की थी, और रंजीत सर बोले थे कि जिस तरीके से मैं जॉब को छोड़ के जब आया था, तो मैं ये कमिटमेंट करके आया था कि मैं जॉब छोड़ के जरूर आया हूँ, लेकिन जॉब के तरह ही मैं डायरेक्ट सेलिंग इंडस्ट्री को करूंगा। और सुबह मॉर्निंग वो बैग लेके निकलते थे और शाम तक उन्होंने बिल्ड किया, इसीलिए वो फास्टेस्ट ग्रोइंग राइजिंग कोर लीडर बने। ऐसे कई साथी हैं जिन साथी को सुन के मैं यहाँ पे इस इंडस्ट्री में ग्रो की हूँ। तो मेरे लिए ऑनर की, आई फील रियली ऑनर कि मैं इस टीम में अपना कुछ कंट्रीब्यूशन दे पा रही हूँ। सो ओवर टू अर्जुन सर। താങ്ക് യു മാം, താങ്ക് യു. മാഡം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ മാഡത്തിന് വളരെ അതിയായ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വളരുന്ന ഒരു ടീം, ഒപ്പം തന്നെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരുപാട് റെക്കോർഡുകൾ ഇന്ത്യയിൽ പൊട്ടിച്ച ഒരു ടീമാണ് മുക്തി സാറിന്റെ ടീം. അപ്പൊ ആ ഒരു ടീമില് ചെറിയ രീതിയിലുള്ള ഒരു സെഷൻ എനിക്ക് തരാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ റൈസിംഗ് കോർ ലീഡർ ആയിട്ടുള്ള രഞ്ജിത്ത് സാറിനെ പറ്റി മാഡം പരാമർശിച്ച കാര്യം ഇതാണ്. ഒരു മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ ജോലി വിട്ടിട്ടാണ് ആർസിഎമ്മിലേക്ക് വന്നത്, പക്ഷേ ആർസിഎം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ജോലിയായിട്ടാണ്. രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി 9 മണിക്ക് ഞാൻ കയറൂ. ആ ഒരു രീതിയിൽ ഒരു കമ്മിറ്റ്മെന്റ് കേരള ടീം അന്നും കാണിച്ചിട്ടുണ്ട്, ഇന്നും കാണിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് അഭിനന്ദനം അറിയിക്കുന്നതാണ്. ഇന്നത്തെ ഒരു പ്രോഗ്രാം മാറ്റർ തരുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. വോട്ട് ചെയ്യും മാം. Thank you so much. So let's start with introduction. My name is Madhusudhi. I belongs to Bihar, एंड वहाँ पे मैंने गवर्नमेंट स्कूल में अपनी एजुकेशन कंप्लीट की है। 10th किया, 12th किया। 10th-12th में मैं अच्छे पोजीशन पे थी, टॉप 3 में हमेशा थी। एंड उसके बाद फिर मैंने वहाँ पे 12th में जो हमारे स्टेट बोर्ड होता है उसमें मैं टॉप 1% में थी। टॉप 1% में आने के बाद बहुत सारे अलग अलग एग्जाम्स मैंने क्वालिफाई किए, लाइक जे मेंस क्वालिफाई किए। अलग अलग एग्जाम्स क्वालिफाई करने के बाद जो सबसे अच्छा कॉलेज मुझे मिल रहा था वो इंडियन इंस्टीट्यूट ऑफ साइंस एजुकेशन रिसर्च कोलकाता। मैं एज ए रिसर्च स्टूडेंट मैं वहाँ पे गई, वहां से मैंने BSMS किया, और वहां पे जैसे ही गई तो मुझे स्कॉलरशिप मिलने लगी। तो मैं ऐसे स्टूडेंट हूँ जिन्होंने स्कॉलरशिप लेके पूरी की पूरी अपनी एजुकेशन पूरी की है। 12th के बाद से मेरी जितनी भी पढ़ाई हुई है, जितना भी मेरी स्टडी हुई है, वो इंडियन गवर्नमेंट के स्कॉलरशिप पे हुई है। तो मैंने अपना ग्रेजुएशन, पोस्ट ग्रेजुएशन और अभी मैं PhD स्कॉलर हूँ, सब कुछ मुझे स्कॉलरशिप के माध्यम से मिला। पर कहते हैं आपकी लाइफ में डायरेक्शन देने वाला कौन है उसी से आपका जीवन निर्धारित होता है। तो मैं बहुत लकी हूँ कि मुझे जिस टाइम पे बच्चों का ड्रीम बिल्डिंग होता है, स्टूडेंट सपने देखते हैं, स्टूडेंट ये सोचते हैं कि मुझे क्या करना है, उसी टाइम पे मेरे जीवन में एक अच्छे गुरु का आगमन हुआ। उन्होंने मेरी पर्सनल लाइफ, प्रोफेशनल लाइफ को बहुत अच्छे से इन्फ्लुएंस किया, और उसके कारण ही आज मैं जो भी हूँ वो हूँ। तो मोहन प्रसाद सर ने मुझे आरसीएम के बारे में बताया, और जैसे सबके दिमाग में होता है, मेरे भी दिमाग में ऐसे था, माइंड में ऐसा ही था कि मैं अच्छी खासी पढ़ रही हूँ, मुझे क्या जरूरत है इस चीज को करने का, मैं पढ़ाई करूंगी, स्कॉलरशिप मुझे मिल ही रहा है, PhD करूंगी, प्रोफेसर बनूंगी, और प्रोफेसर बन के एक अच्छी लाइफ को मैं जीऊंगी, तो मुझे क्यों ये वाला काम करना है। सम टाइम हम बोलते हैं
हैं, जोड़ने वाला काम, नमक तेल वाला काम, ये सब छोटा काम, तो वो मेरे भी माइंड में था। पर मेरे गुरु ने, मेरे मोहन प्रसाद सर ने मुझे बताया कि बेटा तुझे कुछ करना है या नहीं करना है ये डिसाइड करना, पर उससे पहले इंफॉर्मेशन ले लो, ताकि तुम्हें पता हो कि अगर इस काम को करना है तो क्यों करना है, और करना नहीं है तो क्यों नहीं करना है। तो मुझे ये बात ठीक लगी। उसके बाद मैं इंटरनेट पे गई, इंफॉर्मेशन कलेक्ट की, और धीरे धीरे मुझे वो सारी इंफॉर्मेशन मिली जिससे मुझे ये इंडस्ट्री बहुत अच्छी लगी, और मैंने इस इंडस्ट्री को प्रोफेशनली बिल्ड करने की डिसीजन ली। उसके बाद मैं एक आरसीएम के एनिवर्सरी प्रोग्राम में गई थी, वहां पे मुझे और ज्यादा अच्छा मोटिवेशन मिला, और उसके बाद से मैंने स्टार्टअप किया। नवंबर 2016 से मैंने फुल फ्लेज में आरसीएम को प्रोफेशनली सीखना स्टार्ट किया। मैं प्रोफेशनली सीखने की बात कर रही हूँ, करने की बात नहीं कर रही हूँ। तो मैंने सीखना स्टार्ट किया, और जैसे जैसे मैं सीखती गई, उसको इम्प्लीमेंट करती गई, तो 2017 में मैं रॉयल्टी अचीवर बनी। रॉयल्टी अचीवर बनने के बाद मेरा जो पहला सेलिब्रेशन हुआ था, वो इस इंडस्ट्री के, पूरी इंडस्ट्री के द रियल डायमंड डॉक्टर सुरेंद्र वत्स सर के द्वारा हुआ था। और वहां पे एक छोटी सी घटना ने मुझे और इंस्पायर किया। उस छोटी सी घटना ये थी कि स्टेज पे सर थे, और वो स्टेज से उतर के मेरी मम्मी से मिलने के लिए आए थे, और उन्हें शुभकामना देने के लिए आए थे। एंड दैट टाइम वो मेरा इतना हिट किया कि ये इंडस्ट्री ऐसी इंडस्ट्री है जहां पे मैं अपनी फैमिली को एक अलग सम्मान, एक अलग रिस्पेक्ट दिलवा सकती हूँ। और उसके बाद मेरी स्पीड बढ़ी। मैं कॉलेज खत्म करने से पहले टेक्निकल अचीवर बनी, मतलब कि जिस टाइम पे मैं ग्रेजुएट भी नहीं थी, उस टाइम पे मैं टेक्निकल अचीवर थी, और आरसीएम में 60-70 हजार रुपये, 60-70,000 रुपीज की इनकम मैं कर रही थी। फिर लॉकडाउन आया, बहुत सारे लोग बोले कि यार कैसे, क्या होगा, नहीं होगा, बट लर्निंग एटीट्यूड था, तुरंत ऑनलाइन काम स्टार्ट किया, ऑनलाइन बिल्ड करना स्टार्ट किया। और लॉकडाउन में ही मैंने पर्ल पिन को स्टार पर्ल, और फिर दिसंबर 2021 में, जो कि कोई मिशन मंथ नहीं था, उसमें मैंने अपनी पिन को इमरोल्ड किया, और इमरोल्ड करके लगातार 2 साल से मैं 6 डिजिट की इनकम आरसीएम से ले रही हूँ, और ये पीएचडी के साथ मैं कर रही हूँ। पीएचडी से मुझे स्कॉलरशिप मिल रही है, और आरसीएम से 6 डिजिट की इनकम मिल रही है। ओवर टू अर्जुन सर। വാവ് മാം, ട്രൂലി വാവ്. സോ മാഡം നമ്മളോട് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. മാഡത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. മാഡം തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാഡം എവിടുന്നാണെന്നുള്ളത്, എന്താണ്, ഏതൊരു രീതിയിലൂടെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നതെന്നുള്ളത് പറയുന്നുള്ളത്. അപ്പൊ മാഡം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കകാലത്തിൽ പഠനമുണ്ടായത് ഗവൺമെന്റ് സ്കൂളുകളിലാണ്. ഗവൺമെന്റ് സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് കൊൽക്കത്തയിൽ അവിടെ പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. അങ്ങനെ സ്കോളർഷിപ്പ് എടുത്തു. അപ്പൊ മാഡത്തിന്റെ ആ ഒരു ഗവൺമെന്റ് കോളേജിലുള്ള ഇതിന് ശേഷം, പഠനത്തിന് ശേഷം ഫുൾ സ്കോളർഷിപ്പിലാണ് ആള് പോയിക്കൊണ്ടിരുന്നത്. കാരണം നന്നായി പഠിക്കും, നല്ല മാർക്ക് ഉണ്ടായിരുന്നു, ഏറ്റവും ഹൈ റാങ്കുള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഇപ്പൊ PhD സ്കോളർ വരെ എത്തി നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, ആ ഒരു ഏജ് എന്ന് പറയുന്നത് മാഡത്തിന് ആർസിഎം എന്ന ഈ ഒരു പ്രസ്ഥാനത്തെ പറ്റിയിട്ട് മോഹൻ പ്രസാദ് സാർ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ മോഹൻ പ്രസാദ് സാർ ഈ ഒരു പ്രസ്ഥാനത്തെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു. ഇതിന്റെ ഒരു വിഷൻ മാഡത്തിന് അപ്പോൾ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. മാഡം ചോദിച്ചത്, ഞാൻ നന്നായി പഠിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് ഞാൻ ആർസിഎം ചെയ്യുന്നത്? കാരണം ആസിറ്റീസ് ഞാൻ സ്കോളർഷിപ്പിലൂടെയാണ് ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് പഠന ചെലവില്ല, എനിക്ക് ഏത് ആഗ്രഹം വേണമെങ്കിലും എനിക്ക് സാധിച്ചെടുക്കാൻ പറ്റും ജോലിയിലൂടെ. പിന്നെ ഞാൻ ഇത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ മോഹൻ പ്രസാദ് സാർ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു കാര്യത്തെ പറ്റി പഠിക്കൂ, ഫസ്റ്റ് ലേൺ അബൌട്ട് ദ തിങ് ടു നോ വെദർ യു വാണ്ട് ടു ഡു ഇറ്റ് ഓർ നോട്ട്. നിങ്ങൾക്ക് അത് ചെയ്യാൻ താല്പര്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു വിഷയത്തെ പറ്റി പഠിക്കണം. അത് മാഡത്തിന് സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ മാഡം അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തു. അങ്ങനെ ഒരു പ്രൊഫഷണൽ ലേണിംഗ് ഒരു രീതിയിൽ ഇതിനെ പഠിച്ചപ്പോൾ മനസ്സിലായി ഇതിൽ ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് അച്ചീവ്മെന്റുകൾ വരുന്നുണ്ട്, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ പഠനത്തിന്റെ ഒപ്പം തന്നെ ആർസിഎമ്മിന്റെ ഒരു ആനിവേഴ്സറി പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി. ആ ആനിവേഴ്സറി പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു തീരുമാനമെടുത്തു, ഞാൻ ഇനി പ്രൊഫഷണലി ഇത് പഠിക്കാൻ പോവാണ്. അങ്ങനെ പ്രൊഫഷണലി ഇത് പഠിക്കാൻ പോയപ്പോൾ 2017 റോയൽറ്റി അച്ചീവർ ആയിട്ട് മാറി. ആ റോയൽറ്റി അച്ചീവർ ആയിട്ട് മാറിയപ്പോൾ അന്ന് സ്റ്റേജിൽ സുരേന്ദ്ര ഭട്ട് സാർ മാഡത്തിന് അവാർഡ് കൊടുക്കുന്നേക്കാളും മുന്നേ മാഡത്തിന്റെ ഫാമിലി, അതായത് മാഡത്തിന്റെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് സംസാരിച്ചു, അഭിനന്ദനങ്ങൾ അറിയിച്ചു. അപ്പോഴാണ് മാഡത്തിന് സ്ട്രൈക്ക് ചെയ്തത്, ഇതൊരു ഫാമിലി ബിസിനസ് ആണ്, ഫാമിലിനെ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് ശരിക്കും ഉണ്ടായത് ആ ഒരു ഇവന്റിലാണ്. അത് കഴിഞ്ഞ് കോളേജ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആവുന്നേക്കാളും മുന്നേ തന്നെ ടെക്നിക്കൽ അച്ചീവർ ആയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കവേ ഗ്രാജുവേഷൻ പോലും ആവാതെ തന്നെ ഒരു 5 ഡിജിറ്റിന് മേലെയുള്ള ഒരു സംഖ്യ മേടിക്കാൻ മാഡത്തിന് സാധിച്ച ഒരു ടെക്നിക്കൽ അച്ചീവർ ആയി. അത് മാത്രമല്ല, അങ്ങനെ ടെക്നിക്കൽ അച്ചീവർ ആയി ഫർദറായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലോക്ക്ഡൌൺ വന്നത്. എല്ലാവരും ലോക്ക്ഡൌണിനെ വളരെ ഭീതിയോടെ കൂടി കണ്ടപ്പോൾ മാഡത്തിന്റെ വർക്കിംഗ് സ്ട്രാറ്റജി ഓൺലൈൻ ലെവലിലേക്ക് മാറി. അങ്ങനെ ഓൺലൈൻ സിസ്റ്റത്തിലൂടെ ഇത് ബിൽഡ് ചെയ്തിട്ട് പേളിൽ നിന്ന് സ്റ്റാർ പേൾ ആയി. 2021 നമ്മൾ മനസ്സിലാക്കണം, റോയൽറ്റിയിൽ നിന്ന് പേളിൽ നിന്ന് സ്റ്റാർ പേളിലേക്കായി 2021 ആയപ്പോഴേക്കും ഈ ഒരു കോവിഡിന്റെ സമയത്താണ്
എമറാൾഡ് ആയിട്ട് മാറിയത്. അന്ന് തൊട്ട് ഈ ഒരു കൊല്ലം വരെ എമറാൾഡ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ആൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുണ്ട്, ആളുടെ ടീം ഡെവലപ്പ് ആവുന്നുണ്ട്. അപ്പൊ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ ഒരു അച്ചീവ്മെന്റ് നേടി എന്നത് വലിയൊരു കാര്യം തന്നെ. പക്ഷെ അതിന്റെ ഒപ്പം അതിലും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ പഠനവും ഒരേപോലെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. PSCയും ഒരേപോലെ നടക്കുന്നുണ്ട്, PhD സ്കോളർ ആണ്. ഇതെല്ലാം ഒരേപോലെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഇപ്പൊ ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോയി ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായിട്ട് മധുസുതി മാഡത്തിന് മാറാൻ സാധിച്ചിട്ടുണ്ട്. ഓവർ ടു യു മാം. Thank you so much, sir. Now going to topic, why direct selling, what I got from RCM, and why we should do RCM and our action plan. So for this, I am going to share my screen. Arjun sir, screen is visible? Yes sir. Yes ma'am. Give me 1 minute. Yeah, it is visible, but you can make it full Yes, screen. Yes. Now it's okay? Yeah, it's okay. Perfect. Okay. Thank you. So let's start with a quotation from Satish Pandit ji. अगर हमें बात करनी है कि फ्यूचर क्या होगा डायरेक्ट सेलिंग इंडस्ट्री का, तो एक बहुत अच्छे टेप में सतीश पंडित जी बोले हैं कि एक टाइम था जहां पे खेती करके एग्रीकल्चर सेक्टर में जो थे वो लोग बहुत ज्यादा सक्सेसफुल होंगे। एक टाइम ऐसा होगा जब लोग नौकरी करके जॉब करके बहुत ज्यादा सक्सेसफुल होंगे, और एक टाइम ऐसा आएगा जब लोग ट्रेडिशनल बिजनेस करके लोग बहुत सक्सेसफुल होंगे। लेकिन एक टाइम ऐसा आएगा जिस टाइम पे जो स्टेज से जुड़े हुए व्यापार होंगे, जो स्टेज से जुड़ा हुआ बिजनेस होगा, उसमें ही लोग ज्यादा सक्सेसफुल होंगे। एंड इन सभी बातों को अगर अभी आप देखें, जो भी लोग अभी बहुत सेलिब्रिटी हैं, अगर आप उन सब का प्रोफेशन देखेंगे, वो सभी कहीं ना कहीं उस प्रोफेशन में है जहां पे वो स्क्रीन पे नजर आते हैं, स्टेज पे नजर आते हैं, वो सामने नजर आते हैं, पब्लिक फिगर होते हैं। एंड वी आर लकी कि हम कॉमन मैन होते हुए भी विदाउट एनी रिस्क फैक्टर के, विदाउट एनी कैपिटल के, हम इस बिजनेस के थ्रू स्टेज पे जा सकते हैं। तो ये बिजनेस ऑटोमेटिकली उस विजन को दर्शाता है जिस विजन में हम सभी लोग बहुत सक्सेसफुल हो सकते हैं। इसीलिए मैंने अपने पहले स्लाइड को स्टेज से जोड़ के रखा है कि ये इस इंडस्ट्री का विजन दिखाता है कि सिंस ये इंडस्ट्री स्टेज से जुड़ी हुई इंडस्ट्री है, तो इस इंडस्ट्री पे ये मौका देती है कि आप भीड़ से निकल के स्टेज तक आ सकते हैं। इसीलिए आप वन ऑफ द मोस्ट पावरफुल पर्सनालिटी इस इंडस्ट्री के थ्रू आप बन सकते हैं। अब बात करते हैं डायरेक्ट सेलिंग का विजन के बारे में, डायरेक्ट सेलिंग कैसे ग्रो करेगी। तो जब ये सारी चीजें मेरे दिमाग में थी, तो मैं भी सर्च करने के लिए जब इनिशियली गई थी इंटरनेट पे, तो मैंने बहुत सारी चीजें देखी थी, और मैंने इंडिया के डेटा के साथ साथ वर्ल्ड वाइड डेटा को भी देखा, और देखने के बाद बहुत सारे डेटा को समझने के बाद मुझे रियलाइज हो गया था कि आने वाले टाइम में बहुत सारे लोग डायरेक्ट सेलिंग इंडस्ट्री में आएंगे। मैं ज्यादा डिटेल में नहीं जाऊंगी, इसके लिए हमारे मेंटर डॉक्टर सुरेंद्र वत्स सर को सुनना ही काफी है कि विजन क्या हो सकता है इंडिया में। लेकिन मैं एक दो कारण बताऊंगी। मुझे लगता है कि डायरेक्ट सेलिंग इंडस्ट्री इसलिए भी बहुत बड़ी होगी क्योंकि आज के टाइम पे 2-3 चीजें फैक्टर काम करेगी। फर्स्ट वन, जो ट्रेडिशनली कमाने का तरीका है, ट्रेडिशनली इनकम करने का तरीका है, उस तरीके में बहुत बड़े बदलाव आएंगे ड्यू टू AI टेक्नोलॉजी, और वक्त के साथ में बहुत सारे बदलाव आएंगे। और दूसरी कारण ये है कि जो न्यू जनरेशन आएगी वो स्टार्टअप के तरफ बहुत ज्यादा मूव करेगी, और स्टार्टअप की तरफ वो मूव तो करेगी, बट उनके पास उतने कैपिटल या उतना इनिशियल लेवल पे उतना स्किल नहीं होगा, या उतना ज्यादा रिस्क उठाने के लिए वो रेडी नहीं होंगे, क्योंकि हिंदुस्तान में 80% लोग मिडिल क्लास फैमिली से हैं। तो उन सभी 80% यूथ के लिए अगर कोई डायरेक्शन गिवर होगा, कोई ऐसा प्लेटफॉर्म होगा जो उसको अपॉर्चुनिटी देगा, तो वो डायरेक्ट सेलिंग इंडस्ट्री होने वाली है। तो अगर आप जॉब के प्रोस्पेक्टिव से देखें तो भी डायरेक्ट सेलिंग बूम करेगा, और अगर आप स्टार्टअप के प्रोस्पेक्टिव से देखें तो भी डायरेक्ट सेलिंग बूम करेगा। और अगर इंडिया की बात करें तो इंडिया में बहुत सारे कारण के कारण बूम करेगा, वो सारे कारण हम बातचीत करने वाले हैं। ओवर टू अर्जुन सर। താങ്ക് യു മാം. അപ്പോ ഈ ഒരു പ്രസന്റേഷൻ തുടങ്ങുന്നത് എന്തിനാണ് നമ്മൾ ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ട ഒരു സ്കോപ്പ് എന്താണെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ബിസിനസ്സിലെ ഏറ്റവും പവർഫുൾ ആയിട്ട് ഒരു വ്യക്തി ഉണ്ടായിരുന്നു, സതീഷ് പണ്ഡിറ്റ് ജി. അദ്ദേഹം ഇപ്പോൾ നിർഭാഗ്യവശ നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പഴയ കാസറ്റുകളിൽ, അതായത് RCM ബിസിനസ് തുടങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ടീമിനെ പഠിപ്പിക്കാൻ വേണ്ടി കാസറ്റുകളിൽ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാലഘട്ടത്തിൽ എല്ലാവരും വിചാരിച്ചത് കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും സമ്പന്നരായിട്ട് മാറാന്ന്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തോന്നി ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും സമ്പന്നരായിട്ട് മാറാൻ.
അത് കഴിഞ്ഞ് ട്രഡീഷണൽ ബിസിനസ് വന്നു. അവർ സമ്പന്നരായിട്ട് മാറുമെന്ന് പലരും വിചാരിച്ചു. പക്ഷേ ഇന്ന് അതല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജിൽ കയറുകയും സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ പ്രത്യക്ഷപ്പെടുന്ന ആൾക്കാരാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിജയിച്ച ആൾക്കാർ. നമ്മളൊന്ന് നമ്മുടെ ടെലിവിഷനോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റേജിലേക്ക് നിൽക്കുന്ന ആളെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും അത്തരം ആൾക്കാരാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആവുന്നത്. നമുക്ക് ഒരു ഭാഗ്യമുണ്ട്. എന്താണ്, യാതൊരു തരത്തിലുള്ള മുതൽ മുടക്കുമില്ലാതെ യാതൊരു തരത്തിലുള്ള റിസ്ക്കും ഇല്ലാതെ ഇന്ന് ക്രൗഡിൽ നിന്ന്, അതായത് ജനക്കൂട്ടത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തന്നെ സ്റ്റേജിൽ കയറിക്കൊണ്ട് അത്തരത്തിലൊരു സക്സസ്ഫുൾ വ്യക്തി ആവാനുള്ള ഒരു അവസരം നമുക്ക് RCM ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഒരുക്കി തരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് സ്റ്റേജിൽ കയറുന്ന ആൾക്കാരുടെ ബിസിനസ് ആണ്. ആരാണോ പെർഫോം ചെയ്യുന്നത്, സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാനും സ്റ്റേജിൽ കയറി ആൾക്കാരെ പഠിപ്പിക്കാനും സ്റ്റേജിൽ കയറി ഈ ബിസിനസിനെ പറ്റി പറയാനും ചങ്കൂറ്റവും ധൈര്യമുള്ള ആൾക്കാർക്കുള്ള ബിസിനസ്സാണ് RCM ബിസിനസ്. ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിന്റെ പ്രാധാന്യം ഇനി വരും കാലത്ത് ഇനിയും കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ രണ്ടു തരം ആൾക്കാരാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ട്രഡീഷണൽ ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും, അവർക്ക് മൂലധനം ഉണ്ടാവും, റിസ്ക് എടുക്കാൻ അവർ റെഡിയാവും. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം AI, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരുപാട് മാറ്റങ്ങൾ ട്രഡീഷണൽ ബിസിനസ്സിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളും വേണ്ട, തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മതി എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ആമസോൺ പോലത്തെ വലിയൊരു ഷോപ്പിംഗ് ഇൻഡസ്ട്രി ഒക്കെ വന്നപ്പോൾ, ഓൺലൈൻ ഷോപ്പിംഗ് ഇൻഡസ്ട്രി വന്നപ്പോൾ ഒരുപാട് ഗ്രോസറി സ്റ്റോറുകളുടെ കാര്യം അവതാളത്തിലായിട്ടുണ്ട്. കാരണം ഇന്ന് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ സാധിക്കും. ഇതേ സ്ഥലത്ത് യങ്സ്റ്റേഴ്സ് ഇപ്പോൾ ഒരുപാട് പേര് പഠിച്ച് പുറത്തിറങ്ങുന്നുണ്ട്. ഇവർക്ക് കൊടുക്കാനായിട്ടുള്ള ജോലി സാധ്യതകൾ വളരെ കുറവാണ്. ഇവരെന്തെങ്കിലും സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ തന്നെ ഇവരുടെ കയ്യിൽ അതിനുള്ള മൂലധനമോ അല്ലെങ്കിൽ അത് എടുക്കാനുള്ള റിസ്കോ അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ടോ ഉണ്ടാവില്ല. അപ്പൊ ഇത്തരം കേസുകളിൽ അവർ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ 80% ആൾക്കാർ ഇന്ന് ഇന്ത്യയിൽ മിഡിൽ ക്ലാസ് ആണ്. 80% മിഡിൽ ക്ലാസ്സിലുള്ള ചെറുപ്പക്കാർ, 80% ചെറുപ്പക്കാര് അവർക്ക് ആര് ഡയറക്ഷൻ കൊടുക്കും? അവർക്ക് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഇന്ന് ഇന്ത്യയിൽ ഒരേ ഒരു ഇൻഡസ്ട്രി ഉള്ളൂ. ആ ഇൻഡസ്ട്രിയുടെ പേരാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. യെസ് മാം, ഓവർ ടു യു. थैंक यू। इंडिया में क्यों बहुत बड़ा डायरेक्ट सेलिंग का बिजनेस होगा, इसके लिए मैं कुछ पॉइंट यहाँ पे मेंशन करना चाह रही हूँ। आफ्टर कोविड बहुत सारे लोग अब अवेयर हो चुके हैं, उनको हेल्दी प्रोडक्ट चाहिए, नेचुरल प्रोडक्ट चाहिए। जैसे ही हेल्दी और नेचुरल प्रोडक्ट की तरफ वो भागेंगे तो कहीं ना कहीं वो डायरेक्ट सेलिंग इंडस्ट्री में किसी कंपनी की तरफ भागेंगे, और उस कंपनी में वन ऑफ द मोस्ट प्रोडक्ट वाली रेंज वाली प्रोडक्ट अगर कोई होगी तो वो RCM होगी, तो लोग RCM की तरफ मूव करने वाले हैं। साथ में लोग अवेयर हो गए हैं कि उन्हें मेक इन इंडिया पे काम करना है, तो मेक इन इंडिया में RCM सुपर 1 पे काम करेगी। दूसरी, हमारी जो इंडिया है, ये सभी वो पॉइंट है जो वत्सल ने ऑलरेडी कवर किया है, बट मैं बस एक बार रिमाइंडर के लिए, बस एक बार फिर से याद दिलाने के लिए मैं यहाँ पे कवर कर रही हूँ। इंडिया में पॉपुलेशन लगातार बढ़ रहा है, और जिस तरीके से पॉपुलेशन बढ़ रही है, जिस तरीके से लोगों की संख्या बढ़ रही है, उस तरीके से जॉब क्रिएट नहीं होगा, चाहे किसी भी की भी सरकार आ जाए, क्योंकि जितनी तेजी से पॉपुलेशन बढ़ रही है उतनी तेजी से जॉब नहीं आने वाली है, और दूसरी उतनी तेजी से टेक्नोलॉजी भी बढ़ रही है। तो लगभग 54% है जो लोग अनएम्प्लॉयड हैं, और उन सभी को अगर आपने डायरेक्ट सेलिंग के बारे में बता दिया तो फिर आप बहुत अच्छा काम यहाँ पे कर सकते हैं। इसके साथ में हमारी जो सोसाइटी है वो बहुत कनेक्टेड है। आज भी अगर आप गांव में जाएंगे तो शाम में लोग चाय लेके 5 लोग एक साथ इकट्ठा हो जाते हैं। तो आज भी पूरे के पूरे वर्ल्ड में जो सबसे कनेक्टेड सोसाइटी है वो इंडिया है। तो और ये बात, लोगों से बात करने वाला ही बिजनेस है, तो लोगों से बात करने वाला बिजनेस है, लोग कनेक्टेड है, तो ऑटोमेटिकली ये फैलेगा और बहुत ज्यादा होगा। और यहाँ पे अनएम्प्लॉयमेंट की बात की, पर उससे भी ज्यादा इंपॉर्टेंट मुझे लगता है वो है अंडर एम्प्लॉयमेंट। मेरे बहुत सारे दोस्त हैं जिन्होंने 10-10 लाख रुपीस देकर इंजीनियरिंग की, बीटेक की, और बीटेक करने के बाद वो उसमें इतनी टैलेंट है, उसमें इतना काम करने की क्षमता है, उसकी इफिशियंसी, उसकी टैलेंट, उसका पोटेंशियल इतना है कि वो 1 लाख रुपया महीना कमा सकते हैं, 1 लाख रुपीज पर मंथ इनकम कर सकते हैं। बट चूंकि कंपटीशन ज्यादा है, लोग बहुत ज्यादा है, तो वो 50,000 ही अर्न कर पा रहे हैं। अब उसमें पोटेंशियल है 1 लाख कमाने का, बट वो 50,000 कमा रहे हैं। अब उनको इस बात का रियलाइजेशन है, बस उसे कुछ मिल नहीं रहा है। इसको बोलते हैं अंडर एम्प्लॉयमेंट, मतलब कि क्षमता है, पोटेंशियल है 1 लाख कमाने की, पर 50,000 कमा रहे हैं। तो अगर आप उनके पास जाते हैं, उनको सही से साइंटिफिक तरीके से, लॉजिकली, ज्यादा मोटिवेशन दे के नहीं, कुछ और चीजें दिखा के नहीं, दिखा के, बट लॉजिकली अच्छे से प्लान दिखा के, कैलकुलेशन समझा के, अगर आपने उसे डायरेक्ट सेलिंग बता दिया तो वो यहाँ पे आके बहुत बड़ा बिजनेस बिल्ड करेंगे, और जो गैप उनके इनकम में है उस गैप को ना सिर्फ वो फुलफिल करेंगे बल्कि बहुत बड़ा जंप यहाँ पे आके ले सकते हैं। और अगर वो व्यक्ति जो अंडर एम्प्लॉयमेंट है और वो अगर यहाँ पे जंप करते हैं तो वो सिर्फ उनके लिए जंप नहीं होगा, पूरी इंटायर सोसाइटी के लिए, पूरी इंटायर गवर्नमेंट के लिए, इकोनॉमिकल ग्रोथ के लिए भी एक बहुत बड़ा जंप होगा, और तभी हम बोल पाएंगे कि हम नए भारत का निर्माण हम कर पाएंगे। तो ये बहुत इंपॉर्टेंट है। ओवर टू अर्जुन सर।
അപ്പോ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്തുകൊണ്ട് ഇന്ത്യയിൽ ശക്തമായിട്ട് വരും, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതാണ് ഫ്യൂച്ചർ എന്നുള്ളത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോവിഡിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം ഹെൽത്തി ആൻഡ് നാച്ചുറൽ പ്രൊഡക്ട്സിന്റെ ഡിമാൻഡ് സാധാരണഗതിയേക്കാളും കൂടുതൽ കൂടിയിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, കാരണം എന്താ വെച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കോവിഡിന് ശേഷം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ആൾക്കാർ ഒരു തീരുമാനം എടുത്തു, ഇനി ഹെൽത്തി ആയിട്ടുള്ളതും നാച്ചുറൽ ആയിട്ടുള്ള ഫുഡുകൾ തേടി പോകാം ഫ്യൂച്ചറിൽ ഇതുപോലെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഓട്ടോമാറ്റിക്കലി ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം ചെന്ന് തട്ടാൻ പോകുന്ന വാതിൽ എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലാണ്. കാരണം നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയും കൂടിയാണ്. 55% ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ്, ന്യൂട്രീഷൻ വെൽനസ് ഇന്ന് ഇന്ത്യയിൽ സെയിൽ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെൽത്തി ആൻഡ് നാച്ചുറൽ പ്രൊഡക്ട്സിന്റെ ആ ഒരു അന്വേഷണം ചെന്നെത്തുന്ന ഡയറക്ട് സെല്ലിംഗിലേക്കാണ്. രണ്ടാമതായിട്ട് നമുക്കറിയാം ഇന്ന് ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കൂടുതലായിട്ടൊരു മൂല്യം കൊടുക്കണം എന്നുള്ളത് ഗവൺമെന്റ് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. വിദേശത്തുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യരുത്, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ തന്നെ നമ്മൾ നിർമ്മിക്കുക, നമ്മൾ ഉപയോഗിക്കുക, എന്നാലാണ് ഇന്ത്യയിലെ മണി സർക്കുലേഷൻ കൂടുകയുള്ളൂ എന്നുള്ളത് നമ്മുടെ ഗവൺമെന്റ് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതിന് അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞ 24 കൊല്ലമായിട്ട് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ RCM. ഒപ്പം തന്നെ എന്തുകൊണ്ട് ഇന്ത്യയിലെ ഡയറക്ട് സെല്ലിംഗ് ഇത്രയും വർക്ക്ഔട്ട് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെളിനാട്ടിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ എല്ലാവരും അവനവന്റെ കാര്യങ്ങൾ നോക്കി മാത്രം പോകുന്ന ഒരു കൂട്ടമാണ്. അധികം സോഷ്യലൈസിംഗും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇന്ത്യയിൽ എല്ലാവരും കണക്റ്റഡ് ആണ്. നമ്മുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ, എല്ലാവരും എടുത്തെടുത്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കണക്റ്റഡ് ആണ്. ആൾക്കാരിലേക്ക് ഈ ഒരു ആശയം എത്തിക്കാൻ വളരെ സിമ്പിൾ ആണ്, വളരെ ഈസിയാണ്. മറ്റുള്ളവരെ പോലെ ഒരു ഇൻട്രോവേർട്ട് ആയിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരുന്നില്ല. പൊതുവെ എല്ലാവരും എക്സ്ട്രോവേർട്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നാലാമത്തേതായിട്ടുള്ള പോയിന്റ് ആണ് അൺഎംപ്ലോയ്മെന്റ്. നമുക്കറിയാം ഇന്ന് 54% യുവാക്കൾ അൺഎംപ്ലോയ്മെന്റ് നേരിടുന്നുണ്ട്. അതായത് അൺഎംപ്ലോയ്മെന്റിന്റെ അളവ് ഇന്ന് ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. തൊഴിലില്ലായ്മ ഒരു രൂക്ഷമായിട്ടുള്ള ഒരു വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ തൊഴിലില്ലായ്മയെക്കാളും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യം അണ്ടർ എംപ്ലോയ്മെന്റ് ആണ്. അതായത് ഞാനെന്നൊരു വ്യക്തി എഞ്ചിനീയറിംഗ് പഠിച്ചു, എനിക്ക് നല്ല കാലിബർ ഉണ്ട്, നല്ല രീതിയിൽ ഞാൻ കാര്യങ്ങൾ ചെയ്യും, ഞാൻ സിവിൽ എടുത്ത് ഞാൻ ആ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് വലിയൊരു കോമ്പറ്റീഷൻ ഉണ്ട്. ഒരുപാട് പേര് അതേ മേഖലയിൽ അതേ പൊസിഷന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ കഴിവും എന്റെ അറിവും വെച്ച് എനിക്ക് 1 ലക്ഷം വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടും കോമ്പറ്റീഷൻ കാരണം എനിക്ക് 50,000 ജോലിയിലേക്ക് സെറ്റിൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ് ചെയ്യുന്നത്. ഈ ഒരു അവസ്ഥ നേരിടുന്ന ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഇന്ത്യ എന്നൊരു രാജ്യത്തെ പറ്റിയിട്ട് അവർക്ക് തെറ്റായ ഒരു ധാരണ വരിക. കാരണം എന്താ, എന്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും എന്റെ കഴിവുകളെ തിരിച്ചറിഞ്ഞ ഒരു അവസരം കിട്ടാനുള്ള ഒരു സംവിധാനം ഇന്ന് ഇന്ത്യയിൽ ഞാൻ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ RCM പ്രവർത്തകർ എന്ന നിലയിൽ ഇവരുടെ അടുത്തേക്ക് ചെല്ലേണ്ടത്. അവരോട് പറയണം, നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ട് നിങ്ങൾ എത്രയാണോ നേടാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുക. 1 ലക്ഷമാണ് അവര് പറയുന്നതെങ്കിൽ ഇവർക്ക് എത്ര കിട്ടുന്നുണ്ടെന്ന് അന്വേഷിക്കുക. 50,000 ആണ് കിട്ടുന്നുള്ളൂ. ബാക്കി 50,000 ഈ ഒരു സിസ്റ്റത്തിലൂടെ വളരെ ലോജിക്കലി ആയിട്ട് വളരെ ഹാർഡ് വർക്കോട് കൂടിയിട്ട് ഈ ഒരു സിസ്റ്റത്തിൽ 3 കൊല്ലം നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടും എന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുത്താൽ അണ്ടർ എംപ്ലോയ്മെന്റ് നേരിടുന്ന ആൾക്കാരും നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓവർ ടു യു മാം. थैंक यू। नेक्स्ट पॉइंट इज ह्यूमन एम्पावरमेंट। अभी KISOL की जब एनिवर्सरी हुई थी तो आप सभी ने ये देखा था कि किस तरीके से विद इन 5 years में हमने कितना बड़ा ग्रोथ वुमेन एम्पावरमेंट पे किया है और कितनी बड़ी ग्रोथ आई है। तो ये चीजें आप यहाँ से वुमेन एम्पावरमेंट को फोकस कर सकते हैं। यूथ इन्वॉल्वमेंट, यूथ के बारे में जब बात होती है ना, देखिए एक टाइम अलग था, अभी का टाइम अलग है। अभी का टाइम कैसे अलग है, अभी ओपन पूरा मार्केट है। पहले क्या था कि हम अपने घर में रहते थे, हम अपने घर को देखते थे, पर अभी क्या है कि आप यहाँ पे बैठ के सिंगापुर में लोग कौन सी गाड़ी चला रहे हैं आप देख पा रहे हैं, इंस्टाग्राम पे, यूट्यूब पे, आप फेसबुक पे, अलग अलग डिजिटल प्लेटफॉर्म पे। अब यूथ जो 14-15 साल का बच्चा है, जो 12 साल का बच्चा है, वो देख रहा है कि कोई BMW होती है, कोई फरारी होती है, कोई वॉच का ये ब्रांड होता है, लोग इस तरीके की लाइफ स्टाइल कर रहे हैं, लोग यहाँ घूमने जा रहे हैं। तो उसकी ड्रीम बिल्डिंग, पहले जो सोसाइटी में हम बड़ी बड़ी ड्रीम बिल्डिंग नहीं कर पाते थे, आज इंस्टाग्राम या सोशल मीडिया वो ड्रीम बिल्डिंग कर रहा है। और अगर कोई अच्छे से अच्छी थिंकिंग वाला बच्चा है तो उस ड्रीम के साथ में उस ड्रीम को कैसे पूरा कर सकता है वो भी ढूंढेगा, और वो जब ढूंढेगा तो वो ऑनलाइन अलग अलग स्कोप को देखेगा, और उस ऑनलाइन स्कोप में कहीं ना कहीं RCM का वीडियो आएगा, वो उस चीज को देखेगा और यूथ अपने आप इन्वॉल्व होगा कि यहाँ पे अगर रवि ओपी शर्मा सर को ये मिल सकता है, वत्स सर को ये मिल सकता है, रंजीत सर को ये मिल सकता है, मूर्ति सर को ये मिल सकता है, अर्जुन सर को ये मिल सकता है, जो कि अपने आप में एक यूथ आइकॉन है, ये स्टार इमरोल वाली पोजीशन पे है। तो इन सबको जब लोग देखेंगे तो यूथ अपने आप इन्वॉल्व होंगे, और ये सारी चीजें, ये जो डिजिटल वर्ल्ड है ना, ये हमें हेल्प करेगा उस चीज को करने में। और जब यूथ आएंगे ना तो अपनी क्रिएटिविटी से इस मार्केट को बहुत ज्यादा प्रभावित करेंगे, और बहुत बड़ा मार्केट हम कवर करने वाले हैं RCM के प्लेटफॉर्म से। और ऑटोमेटिकली स्किल इंडिया पे काम हो जाएगा। यूथ आएंगी, वो सारी चीजें सीखेंगे जो इसमें लगता है, वो सारी चीजें जैसे ही सीखेंगे तो स्किल इंडिया पे अपने आप काम हो जाएगा। और गवर्नमेंट अब इन्वॉल्व हो रही है, गाइडलाइन के माध्यम से हो, बड़े बड़े फंक्शन से हो। अभी 8 मार्च को एक बहुत बड़ा फंक्शन
हुआ। जब गवर्नमेंट इन्वॉल्व हो रही है ना, तो सोशल स्टेटस इसका मैनेज हो रहा है, मेंटेन हो रहा है। तो अभी बहुत सारे ऐसे पेरेंट्स हैं जो अपने बच्चे को अच्छे से इन्वॉल्व करना चाह रहे हैं, तो गवर्नमेंट एक बहुत बड़ा यहाँ पे इम्पोर्टेंस रोल अदा करने वाली है। और साथ ही साथ डायरेक्ट सेलिंग एकेडमिक्स में आ चुकी है, लोग डिप्लोमा कर रहे हैं, पीएचडी कर रहे हैं। अभी इस बार के फ्रेंड्स मीट में बहुत सारे पीएचडी होल्डर ने अपने प्रेजेंटेशन वहां पे दिए कि किस सब्जेक्ट पे उन्होंने बातचीत की है। इतनी सारी चीजें हैं। और साथ में डेटा, WFDSA का डेटा भी बताता है कि जहां पे दूसरी कंट्री में एक सेचुरेशन आ रहा है, पर हमारी कंट्री में एक बहुत अच्छा ग्रोथ दिखाया जा रहा है, लगातार ग्रोथ में है। और यहाँ पे एक और बात है कि जो महिलाएं हैं, परसेंटेज ऑफ महिलाएं जो है वो अभी तक ओनली 40% ही है, यानी पूरे इंडिया में 60% फीमेल अभी बाकी है, जिसपे हम लोग काम करके एक बहुत बड़ा फ्यूचर तैयार कर सकते हैं। ओवर टू अर्जुन सर। താങ്ക് യു മാം. അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാരണങ്ങൾ എന്താണ്, അതായത് ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യയിൽ ഇത്രയും വിജയിക്കാനുള്ള അല്ലെങ്കിൽ ഇനി വരും കാലത്ത് ഇതൊരു ആവശ്യകതയായിട്ട് മാറാനുള്ള ഒരു കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 4 കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. അടുത്ത 5 കാരണങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. വുമൺ എംപവർമെന്റ്. നമുക്കറിയാം കഴിഞ്ഞ കൊല്ലം നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കീസോളിന്റെ ആനിവേഴ്സറി പ്രോഗ്രാമിൽ കിരൺ ബേഡി മാഡം അല്ലെ, മാഡം വന്നു. മാഡം ആർസിഎമ്മിന്റെ ഒരു അത്ഭുതമാണെന്ന് പറഞ്ഞു. കാരണം ഇത്രയും വനിതകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവരുടെ ഡ്രീംസിനെ പൂവണിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇപ്പൊ ഈ അടുത്ത് ഡയറക്ട് സെല്ലിംഗിന്റെ മേഖലയിൽ തന്നെ നടന്ന സ്ത്രീകളുടെ കൂട്ടായ്മയിൽ സ്മൃതി ഇറാനി വന്നു. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇത്രയും ലേഡീസിന് ഒരു അവസരം കിട്ടുകയാണ്, അവർക്ക് വളരാനും അവർക്ക് സ്വന്തമായിട്ടുള്ള സ്വപ്നങ്ങളെ എന്താ പറയുക അച്ചീവ് ചെയ്യാനുമുള്ള ഒരു അവസരം ഇന്ന് ഡയറക്ട് സെല്ലിംഗിലൂടെ കിട്ടുന്നുണ്ട്. അത് വേറെ ഒരു മേഖലയിലും കിട്ടുന്നില്ല. അടുത്തതാണ് യൂത്ത് ഇൻവോൾവ്മെന്റ്. നമുക്കറിയാം പണ്ട് കാലത്ത് സ്വപ്നം കാണൽ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഒക്കെ വന്നതിന് ശേഷം ഒരു 14 വയസ്സ് തൊട്ട് ഒരു 18 വയസ്സ് വരെ മൊബൈലുകൾ കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ മൊബൈൽ കാണുമ്പോൾ കുട്ടികൾ നോക്കുന്നത് BMW ബ്രാൻഡുകളെയാണ് കാണുന്നത്, ആപ്പിളിനെയാണ് കാണുന്നത്, അതേപോലെ തന്നെ പോർഷെയാണ് കാണുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഇത് നേടിയെടുക്കാനുള്ള ഒരു പ്രവണത ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് വരും. അത് നേടിയെടുക്കാൻ തീവ്രമായിട്ടുള്ള ആഗ്രഹമുള്ള ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകൾ എന്താണെന്നുള്ളത് ആ കുട്ടി അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ വരും കാലത്ത് എന്നല്ല ഇന്ന് തൊട്ടെന്ന് ഞാൻ പറയുന്നു, ഇന്ത്യയിൽ ഒരേ ഒരു അവസരമേ നിലനിൽക്കുന്നുള്ളൂ, ഡയറക്ട് സെല്ലിംഗ്. ഓരോ ചെറുപ്പക്കാരുടെയും ആ ഒരു ആഗ്രഹത്തെയും ആ ഒരു ഡ്രീമിനെയും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വിതൗട്ട് എനി റിസ്ക്, വിതൗട്ട് എനി ഇൻവെസ്റ്റ്മെന്റ് പൂവണിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് ഡയറക്ട് സെല്ലിംഗ്. ഇത് യങ്സ്റ്റേഴ്സ് ഓട്ടോമാറ്റിക്കലി ബിസിനസ്സിലേക്ക് വരുമ്പോൾ സ്കില്ലുകൾ കൂടും. കാരണം ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് എങ്ങനെ ബിസിനസിനെ ഡെവലപ്പ് ചെയ്യണം, വാട്സ്ആപ്പ് ബിസിനസ് എങ്ങനെ ഉപയോഗിക്കണം, യൂട്യൂബിൽ എങ്ങനെ ഒരു വീഡിയോ ഇടണം, ഇതൊക്കെ പഠിപ്പിച്ചിട്ടും ഇതൊക്കെ മുന്നിലോട്ട് കൊണ്ടുവന്ന് ഈ ആശയങ്ങളെ കൊണ്ടുവന്ന് ബിസിനസിനെ വളർത്താൻ ഇവർക്ക് സാധിക്കും. ഇതെല്ലാത്തിനും ഉപരി ഗവൺമെന്റിന്റെ സപ്പോർട്ട് നമുക്കിപ്പോ ഉണ്ട്. നമുക്കറിയാം 2017 ഓഗസ്റ്റ് തൊട്ട് നമുക്ക് ഗവൺമെന്റ് സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ലീഗലായിട്ട് നമുക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ മാർച്ച് 8 പുതിയ റൂൾസും കാര്യങ്ങളൊക്കെ വന്നു. നമ്മളിപ്പോ സിവിൽ സപ്ലൈസിന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യാനുണ്ടായിരുന്ന ആ ഒരു ആശങ്ക, ആ ഒരു ഡൗട്ടിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് ഡയറക്ട് സെല്ലിംഗിന് ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഇന്ത്യയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാത്തിനും ഉപരി ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഒരു ഇൻഡസ്ട്രി ഇന്ന് അക്കാഡമിക്സിലും കൂടി വന്നു ചേർന്നിരിക്കുകയാണ്. ഷൂളിനി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി ഇന്ന് ഡിപ്ലോമ ചെയ്യിപ്പിക്കുന്നുണ്ട്. എത്ര 74,000 രൂപ പെർ സെമസ്റ്റർ വെച്ചിട്ട് അവർ കളക്ട് ചെയ്യുന്നുണ്ട് ഡിപ്ലോമ ഡയറക്ട് സെല്ലിംഗിൽ മാത്രം കിട്ടാൻ വേണ്ടി. മാഡം പറഞ്ഞത് അത് മാത്രമല്ല, PhDയിൽ വേറെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ വിഷയത്തെ പറ്റിയിട്ട് ചെറുപ്പക്കാർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബിസിനസിന്റെ വളർച്ച ഇവിടെ നിന്ന് തുടങ്ങുകയാണ്, ഇനിയും വളരാൻ കിടക്കുന്നുണ്ട്. അതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത്. ഡയറക്ട് സെല്ലിംഗ് ഏഷ്യയിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് 2022 കാണിച്ചപ്പോൾ അതിൽ പറയുന്നത് 40% സ്ത്രീകൾ മാത്രമേ ഇപ്പൊ ഇൻവോൾവ് ആയിട്ടുള്ളൂ ഇന്ത്യയിൽ. ഇനിയും 60% ഇൻവോൾവ് ആയിട്ട് കിടക്കുകയാണ്. ബാക്കി എല്ലാ രാജ്യങ്ങളും, ഓസ്ട്രേലിയ, ചൈന, ഹോങ്കോങ് ഒക്കെ നിങ്ങൾ നോക്കിക്കോളൂ, എല്ലായിടത്തും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി കുറെ മുന്നേ വന്നത് കാരണം ഇപ്പോ ഏറെക്കുറെ ഒരു നിശ്ചലമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴും അത് വളർന്നുകൊണ്ടിരിക്കാനുള്ള പച്ചക്കൊടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓവർ ടു യു മാം. थैंक यू। अब मैं उस जर्नी को शेयर करने वाली हूँ कि मुझे आरसीएम से क्या क्या मिला, और मे बी इस सभी पॉइंट से आपको ये पता चल जाए कि आपको यहाँ पे आरसीएम से क्या क्या मिल सकता है। उन सभी चीजों के बारे में बात करेंगे। अब मैं इसको थोड़ा सा जल्दी करती हूँ कि आरसीएम ही क्यों करना है। प्रोडक्ट की बहुत बड़ी रेंज है, प्रोफाइल अपनी बहुत अच्छी है, प्लान हमारा यूजर के लिए, लीडर के लिए, दोनों के लिए है। हमारे साथ इतने शानदार लोग हैं। और एक छोटी सी बात जरूर बताऊंगी, जब आरसीएम का एक बुरा फेज आया था 2011 में, तब तक आरसीएम के बहुत सारे लीडर्स ऐसे थे जो कि ऑलरेडी करोड़पति थे,
तो उनके पास ये ऑप्शन था कि वो दूसरी कंपनी भी ओपन कर सकते थे, बट उस ऑप्शन को नहीं चूज करके उन्होंने आरसीएम को रीओपन करने के लिए वो अपनी जी जान लगा दिए, किसी से नहीं डरे। गवर्नमेंट से टकराना ये अपने आप में बहुत बड़ी बात होती है, और हमें बहुत गर्व है कि हम उन लोगों के साथ में जिन्होंने गवर्नमेंट से टकरा करके अपनी कंपनी के लिए लड़े, ना दूसरी कंपनी में गए ना दूसरी कंपनी को खोले। ये बताता है कि हम कितने अच्छे पीपल और कितने अच्छे फिलॉसफी वाले लोगों के साथ में काम कर रहे हैं। और फिलॉसफी में हमारे टीसी सर जो स्पिरिचुअली इस बिजनेस को बिल्ड कर रहे हैं, और इस बिजनेस को अभियान का रूप में दे दिया गया। हम सभी लोग बिजनेस बिजनेस बोलते थे, लेकिन अभी उस चीज को बदल के अभियान दिया गया है। तो अगर आप आरसीएम के साथ आते हैं तो इन सभी फैक्टर में, जितने सारे फैक्टर हैं उस सभी फैक्टर में नंबर 1 है, और इसीलिए हमें सिर्फ और सिर्फ आरसीएम करके अपने फ्यूचर को ब्राइट करना चाहिए। ओवर टू अर्जुन। ഇനി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ എന്തുകൊണ്ട് ആർസിഎം ചെയ്യണം? മാഡം പറയുന്നത് എന്തുകൊണ്ടാണ് മാഡം ആർസിഎം തെരഞ്ഞെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രധാനപ്പെട്ട 5 P ആണ്. ഒന്ന് പ്രൊഡക്റ്റ്, നമുക്കറിയാം വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ്, 15-ലധികം സെഗ്മെന്റുകൾ ഇന്ന് ആർസിഎമ്മിലുണ്ട്. ഉപ്പ് തൊട്ട് പെയിന്റ് വരെ ഇന്ന് ആർസിഎമ്മിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രൊഫൈല്, കമ്പനിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ, ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോ കൊല്ലം തോറും വളരുന്ന ഒരു കമ്പനിയാണ്, ആസ്തി കൂടുന്ന കമ്പനിയാണ്, കടകൾ കൂടുന്ന കമ്പനിയാണ്, ഡിപ്പോകൾ കൂടുന്ന കമ്പനിയാണ്, വളർച്ച ഗ്യാരണ്ടീഡ് ആയിട്ട് കാണിച്ചു തരുന്ന ഒരു കമ്പനിയാണ്. അത് വാക്കാലല്ല, പേപ്പറിൽ കാണിച്ചു തരുന്ന കമ്പനിയാണ്. വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. താഴെ തട്ട് ഏറ്റവും ബേസിക് ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ, അതായത് ഇന്ന് ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർക്ക് വരെ ബെനിഫിറ്റ് ആവുന്ന തലത്തിലുള്ള കൺസിസ്റ്റൻസി പ്ലാനും കൂടി കഴിഞ്ഞ മെയ് തൊട്ട് ഇൻവോൾവ് ചെയ്ത ഒരു കമ്പനിയുടെ കൂടിയാണ് നമ്മൾ നിൽക്കണമെന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഏറ്റവും ടോപ്പ് ടയർ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഈക്വലി ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ പ്ലാൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഒപ്പം തന്നെ വണ്ടർഫുൾ പീപ്പിൾ. ഈ ഒരു ബിസിനസ് 2011 നിന്ന് പോയപ്പോൾ ക്രോർപതി ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ച് അന്ന് ടോപ്പ് ടയറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന 2 പേരാണ് സുജിത് സാറും മൂർത്തി സാറും. ആ ഒരു ബിസിനസ് അന്ന് നിന്ന് പോയപ്പോൾ അത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ച് ഇവർക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യായിരുന്നു. പക്ഷെ അവർ ആർസിഎമ്മിന്റെ ഒപ്പം നിലനിന്നു എന്ന് മാത്രമല്ല, ഗവൺമെന്റിന്റെ എതിരെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു മിഷൻ അവർ ഏറ്റെടുത്തു. അതേ മിഷനുള്ള ആൾക്കാരാണ് ഇന്ന് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ കൂടെയാണ് നമ്മൾ അസോസിയേറ്റ് ആയിക്കണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ കമ്പനിയുടെ തലതൊട്ടപ്പനായിട്ടുള്ള TCG ഈ ഒരു ബിസിനസിനെ ഒരു അഭിയാനായിട്ട്, അതായത് ഒരു മിഷനായിട്ടാണ് കാണുന്നത്. ഒരു സ്പിരിച്വൽ തലത്തിലുള്ള ഒരു അവേക്കനിങ് ആണ് ഓരോ വ്യക്തികൾക്കും ഈ ബിസിനസ്സിൽ വരുന്നതിലേക്ക് അദ്ദേഹം കൊണ്ടുവരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസിന്റെ പില്ലേഴ്സ്, 5 പില്ലേഴ്സും വളരെ സ്ട്രോങ് ആണ്. പ്രൊഡക്റ്റ്, പ്രൊഫൈല്, പ്ലാൻ, पीपल एंड फिलोसफी. ओवर टू यू मैम. थैंक यू। तो आज की मीटिंग में हम लोग बात करेंगे यूथ के बारे में, और उस रेंज के बारे में जो वर्किंग फेज होती है, जो 18 से लेके 60 इयर्स तक के लोग होते हैं, उन पे पूरा का पूरा हम लोग फोकस करेंगे। और मैं जिस एज में आई थी, मैं 19 के एज में आई थी, सबसे पहले जो मुझे सबसे अच्छा लगा था कि मुझे एक्स्ट्रा इनकम यहाँ पे आने लगा था। मैं जैसे ज्वाइन की थी, मैंने सीखना स्टार्ट किया, कुछ लोगों को बताना स्टार्ट किया, थोड़ी सी टीम बिल्ड हुई, कुछ एक्स्ट्रा इनकम आए। और एक्स्ट्रा इनकम आने से जब हमारे बाद में, मेरे पास स्कॉलरशिप थी ऑलरेडी, बट एक एक्स्ट्रा इनकम बेसिकली आपके अंदर वो विश्वास, वो बिलीव लेके आता है कि अगर ये 500 आया है तो ये 5000 भी आएगा, 50,000 भी आएगा, और 5 लाख भी आएगा। तो यहाँ पे एक बिलीव सिस्टम इनिशियली आपका थोड़ा सा होता है। उसके बाद एक थोड़ा सा आपके पास पैसिव इनकम आने लगता है जैसे आप रॉयल्टी अचीवर बनते हैं। और जब मैं रॉयल्टी अचीवर बनी थी, तब मेरे पास एक छोटी सी और बड़ी सी दोनों एक साथ चीजें हुई थी। वो ये हुई थी कि मुझे रियलाइज हुआ था कि मैं अब पैसे बहुत अच्छा कमा सकती हूँ। वो मेरे अंदर आया था। बिहार के एक छोटे से सोसाइटी से, जहाँ पे लोगों को ये बताया जाता है कि 20-25 हजार की इनकम हो जाए तो बहुत बड़ी बात है। और उस टाइम पे मैं ग्रेजुएशन के फर्स्ट ईयर में भी 20-25 हजार रुपया कमाने लगी थी। तो मेरा कॉन्फिडेंस बिल्ड हो गया था कि अगर मैं इस टाइम पे 20-25 हजार कमा सकती हूँ, 20-25,000 कमा सकती हूँ, यानी कि मेरा फ्यूचर बहुत ब्राइट है, मैं बहुत बड़ा काम करने वाली हूँ। और उसी टाइम पे एक चीज होती है कि उस टाइम पे आप थोड़ा थोड़ा फैमिली को सपोर्ट करने लगते हैं। आई डोंट नो आप में से कितने लोगों ने एक्सपीरियंस किया है, पर मैंने ये एक्सपीरियंस किया है। लोग बोलते हैं कि हैप्पीनेस के अलग अलग तरीके होते हैं, बट जब आप यंग एज में होते हैं और आप फैमिली को जब सपोर्ट करते हैं ना फाइनेंशियली, उससे बड़ी हैप्पीनेस कुछ भी नहीं होती दुनिया में। अगर आपको ये हैप्पीनेस फील करनी हो तो एक बार करके देखिए। कोई छोटा मोटा काम कीजिए या कुछ भी कीजिए, और उससे आप कुछ पैसे कमा के लेके आइए। उस पैसे से फैमिली में कुछ आप कीजिए। वो जो हैप्पीनेस होती है ना, वो एक अलग लेवल की होती है। तो मुझे रॉयल्टी इनकम आई, मुझे पैसिव इनकम आई, और पैसिव इनकम के साथ में एक सिक्योरिटी मैं फैमिली को दी, और उसके साथ में कॉन्फिडेंस बिल्ड होता गया कि मैं बहुत अच्छा कर सकती हूँ। उसके बाद एक फेज ये भी आया कि थोड़ी सी फाइनेंशियल फ्रीडम की तरफ मैं चलने लगी। फाइनेंशियल फ्रीडम से क्या हुआ? फाइनेंशियल फ्रीडम से ना मुझे भी फ्रीडम मिलने लगी।
और ये फ्रीडम हर एक पर्सपेक्टिव में मिलने लगी। तो जब आप आरसीएम में आते हैं तो अपनी पढ़ाई के साथ में, अपने बिजनेस के साथ में, अपने जॉब के साथ में ये अलग अलग फेजेस को जाते हैं और अलग अलग फेजेस में आपको अलग अलग लेवल का कॉन्फिडेंस और अलग अलग लेवल की हैप्पीनेस आती है। और ये एक अलग लेवल का हैप्पीनेस होता है जब आपकी मदर का फोन आता है, फादर का फोन आता है और आपकी मदर बोलती है कि 80,000 का खर्च होगा, ये वाला काम मुझे करना है। और आप जब एकदम करेजियस होके बोलते हो, एकदम पूरा अच्छे से बोलते हो, मम्मी 80,000 क्या, 1.5 लाख लगा दो, कोई दिक्कत नहीं है। ये वाली हैप्पीनेस फील करने के लिए ना यंग एज में वो आपको आरसीएम ही करना पड़ेगा। क्योंकि मुझे आरसीएम इसलिए सबसे बेस्ट लगा कि मुझे पैसे तो कमाने थे पर मुझे पढ़ाई नहीं छोड़नी थी। मुझे चाहिए था कि मैं ग्रेजुएशन करूं, पोस्ट ग्रेजुएशन करूं, साइंस करूं, अच्छे से साइंस में रिसर्च करूं, पीएचडी करूं। पर इसके साथ में पैसे कहाँ से आएंगे? तो आरसीएम वन ऑफ द वंडरफुल प्लेटफॉर्म है जो आप हर काम के साथ में ये सारी हैप्पीनेस भी अचीव कर सकते हैं। ओवर टू अर्जुन सर। ഇനി മാഡം പറയുന്നത് 16 തൊട്ട് 18 വയസ്സുള്ള ചെറുപ്പക്കാരോടാണ്. എന്തുകൊണ്ടാണ് മാഡം ഈ ഒരു ബിസിനസിനെ ഏറ്റെടുത്തത്? എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ഒരു എക്സ്ട്രാ കാര്യം എന്താണ് മാഡത്തിന് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബിസിനസിനെ തുടക്കകാലത്തിൽ ഏറ്റെടുത്തപ്പോൾ ഒരു എക്സ്ട്രാ ഇൻകം കിട്ടി. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജോലിയുടെ ഒപ്പമോ പഠിത്തത്തിന്റെ ഒപ്പമോ ഈ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ വരുമാനം കിട്ടും. ആ എക്സ്ട്രാ വരുമാനം ചിലപ്പോൾ ഒരു 500 രൂപയായിരിക്കും. പക്ഷെ അത് തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട്, 500 കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 5000 കിട്ടും. അത് ഫസ്റ്റ് സ്റ്റേജ് ആണ്. അത് കഴിഞ്ഞ് കുറച്ചായിട്ട് ബിസിനസ് ഒന്നും കൂടി മാഡം ഡെവലപ്പ് ചെയ്തു. ഡെവലപ്പ് ചെയ്ത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയുടെ ലെവലിലേക്ക് എത്തി. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിമാസം ഒരു 25,000 രൂപയൊക്കെ വരുമാനം കിട്ടുന്ന ഒരു ലെവലിലേക്കാണ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റിനെ മാഡം ഡിഫൈൻ ചെയ്യുന്നത്. ആ സമയത്ത് മാഡം വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ബീഹാറിൽ നിന്നാണ്. ബീഹാറിന് ഒരു ആൾക്ക് മിനിമം ഒരു 25,000 കിട്ടിയാൽ തന്നെ അതൊരു വലിയ കാര്യമാണ് ആ ഒരു ഏരിയയിൽ തന്നെ. പക്ഷെ മാഡം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർസിഎം ബിസിനസ് നമുക്ക് ഒരുപാട് തലത്തിലുള്ള സന്തോഷങ്ങൾ തരും. പക്ഷെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വളരെ യങ് ഏജിൽ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ ഫാമിലിക്ക് നമുക്കൊരു വലിയ തുക കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ആ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവരുടെ ആഗ്രഹങ്ങളും അവരുടെ സ്വപ്നങ്ങളും വീട്ടിലേക്ക് ഒരു വലിയൊരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്കറിയൂ. ആ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയിൽ നിന്ന് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുമ്പോൾ പലതരത്തിലുള്ള ഫ്രീഡം ആർസിഎം തരുന്നുണ്ട്. നിങ്ങൾക്ക് ജോലിയുടെ ഒപ്പം ചെയ്യാം, നിങ്ങൾക്ക് ഏതെങ്കിലും ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബിസിനസിന്റെ ഒപ്പം തന്നെ ആർസിഎം ചെയ്യാം, പഠിത്തത്തിനൊപ്പം നിങ്ങൾക്ക് ആർസിഎം ചെയ്യാം. പക്ഷെ ഇതിലെല്ലാത്തിലും ഉപരി കുറച്ചും കൂടി ഗ്രോത്ത് വരുന്നു, നമ്മുടെ വരുമാനം കൂടുന്നു, നമ്മൾ വേറെ ഒരു തലത്തിലേക്ക് നമ്മുടെ ഇൻകം മാറുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ദിവസം കോൾ വരികയാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 80,000 രൂപയുടെ ഒരു വർക്ക് ഉണ്ട്, ഞാൻ എന്താ വേണ്ട, ഞാനത് ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ട് എന്താണ്, നിങ്ങൾ 1,00,000 വർക്ക് ഏറ്റെടുത്തോളൂ, ഞാൻ കാശ് തരാൻ റെഡിയാണ്. അതാണ് യഥാർത്ഥ ഫിനാൻഷ്യൽ ഫ്രീഡം. നമ്മുടെ ഫാമിലിക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള കാര്യങ്ങൾ കൊടുക്കാൻ വളരെ യങ് ഏജിൽ സാധിക്കുമ്പോൾ അതൊന്ന് തരാൻ പ്രാപ്തമായ ഒരേ ഒരു സിസ്റ്റമേ ഉള്ളൂ, അതിന്റെ പേരാണ് ആർസിഎം. ഓവർ ടു യു മാം. थैंक यू सो मच सर। अब दूसरी चीज जो मुझे सबसे अच्छा, एक तो इनकम से मैं फाइनेंशियल फ्रीडम की तरफ जाने लगी, पर यहाँ पे ना एक चीज मुझे ज्यादा मोटिवेट की, वो मोटिवेशन ये था कि यंग लोग हमेशा कंफ्यूज रहते हैं कि मैं पैसे कमाऊं कि फैमिली को देखूं। हमेशा कंफ्यूज होते हैं, मैं पैसे कमाऊं कि हेल्थ को ध्यान में रखूं, और ये हमेशा कंफ्यूजन में रहते हैं। एक छोटा सा किस्सा बताती हूँ। मेरे कॉलेज में एक प्रोफेसर है, वो प्रोफेसर हाई लेवल के प्रोफेसर हैं, मतलब वो असिस्टेंट एसोसिएट नहीं, प्रोफेसर हैं, और उनकी सैलरी मिनिमम होगी तो 5 लाख होगी। उसकी जो वाइफ है वो भी प्रोफेसर है, पर वो दूसरी कंट्री में है, उसकी भी सैलरी जो होगी एटलीस्ट 8, 9, 10 लाख पर मंथ की होगी। तो वो इंडिया में है, उसकी जो वाइफ है वो दूसरी कंट्री में है, और उसका जो बेटा है वो तीसरी कंट्री में है। तो जब उन तीनों को मिलना होता है तो एक बार कहीं बीच की कंट्री में, यानी कि जो इंडिया से पास हो, उस कंट्री से पास हो, अपने बेटे वाली कंट्री से पास हो गए, उस कंट्री का प्लान बनाते हैं, और वो तीनों लोग वहां पे आके हो सकता है 1 वीक 2 वीक वहां पे स्टे करते हैं, फिर बैक टू वर्क। और ये किस्सा मैं सुनी थी लगभग 2 साल 3 साल पहले ही। दैट टाइम में जब रियलाइज हुई, बोले कि ऐसी लाइफ तो मुझे नहीं जीना। लेकिन आज के टाइम पे एक चीज सोचिए, सबके साथ तो ऐसा ही हो रहा है ना, हम पैसे कमाने में इतने ज्यादा बिजी हैं कि हमें फैमिली के साथ टाइम बिताने के लिए और अपना हेल्थ पे ध्यान रखने के लिए वक्त ही नहीं मिलता है। और ऐसे चीजें होती है कि हम कहीं और हैं, हम किसी दूसरे, अगर मैं विद इन इंडिया की बात करूं तो हम अपनी फैमिली के साथ दूसरे स्टेट में हैं, और अपने मदर फादर को हम दूसरे स्टेट में रखे हुए हैं। और ऐसा पता है, अगर आप ऐसा करते हैं कि आप मदर फादर के साथ में नहीं है, तो आपके मदर फादर जल्दी ओल्ड होते हैं। हम उससे मजबूर कर रहे हैं कि वो जल्दी इस दुनिया से चले जाएं।
तो आप अगर आरसीएम में आते हैं तो सबसे बड़ी चीज आपको मिलती है, वो मिलती है आप अपने हेल्थ पे तो काम करते ही करते हैं, पर इस बिजनेस में जैसे ही आप अचीवर बनने जाते हैं, आप रॉयल्टी अचीवर बनते हैं, तो आपको बोला जाता है टीम से नहीं नहीं आपको फैमिली के साथ आना है, मदर फादर के साथ में आना है, आपको अपनी वाइफ के साथ में आना है, आपको अपने बच्चे के साथ में आना है। तो जब आप स्टेज पे जाते हैं तो आप कहीं भी रहते हो, आपको अपनी फैमिली के साथ मिलना होता है, आप स्टेज पे जाना होता है। आरसीएम में आके मैं यहाँ पे पीएचडी कर रही हूँ, मैं कॉलेज में हूँ, फैमिली से दूर हूँ, लेकिन आरसीएम के कारण ही मैं मंथली अपनी मम्मी से मिल पाती हूँ, क्योंकि मैं हर मंथ बिहार जाती हूँ वहां पे सेमिनार को, वहां पे ट्रेनिंग देने के लिए या कुछ करने के लिए। तो मैं हर मंथ अपनी मम्मी से, जस्ट बिकॉज कि मैं आरसीएम हूँ इसलिए मैं मिल पाता हूँ, जस्ट बिकॉज मेरी मम्मी आरसीएम में है। तो जब वीडियो कॉल होता है, सारी फैमिली में से सबसे ज्यादा बात मैं अपनी मदर से करती हूँ। क्यों? क्योंकि वो भी बिजनेस में है, मैं भी बिजनेस में हूँ, हम लोगों का कॉमन टॉपिक होता है। तो आरसीएम बिजनेस ने मुझे अपनी फैमिली के करीब किया है, और साथ ही साथ मेरी फैमिली को ये उम्मीद दी है कि वो ज्यादा अच्छे से, ज्यादा हैप्पी होके रहते हैं, क्योंकि उनको पता है कि अभी तो अच्छा टाइम आने वाला है। मम्मी जब भी कभी बाहर जाती है ना, मेरी मदर तो हमेशा बोलती है, जब भी वो मजाक में बोलती, कैसे बोलती है पर मुझे बहुत अच्छा लगता है, जब मैं बोलती मम्मी कहाँ जा रही हो, तो बोलती है इस रिलेटिव के घर में शादी है, मैं अभी तो इधर से ही घूम के आती हूँ, तू तो इंडिया टूर करवाएगी ही, तू तो वर्ल्ड टूर करवाएगी ही, अभी थोड़ा गांव में ही घूम लेते हैं। एंड दिस लाइन वो मुझे बहुत मोटिवेट करता है कि यस, मैं अपने मदर फादर को वो ड्रीम दे रही हूँ कि वो ड्रीम से वो हमेशा यंग रहेंगे, अपने आप को यंग रख रहे हैं, और हम उनकी जो लाइफ है उस लाइफ को और ज्यादा बढ़ाएंगे। और मदर फादर ही हमारे लिए इंपॉर्टेंट है। आप बोलेंगे पैसा इंपॉर्टेंट है, ये इंपॉर्टेंट है, पर आप सच में अपनी लाइफ को एनालिसिस कीजिएगा तो ये लाइफ में आपको मदर ही बहुत इंपॉर्टेंट है। अभी 24 अप्रैल को मेरे गुरु मोहन प्रसाद सर का बर्थडे था, और संयोग से मैं उनके घर पे थी, केक कटिंग हो रहा था, और केक कटिंग के टाइम पे मैं थी, उनकी फैमिली थी, उनके बच्चे थे, सब लोग थे। बट मोहन सर के मुंह से एक ही बात निकला, आज अगर मम्मी होती है ना तो कितनी खुशखोरी होती कि मैं ये वाला केक कट कर रहा हूँ। दैट मीन्स किसी एज के भी हम हुए, मदर तो मदर होती है। और ये इंडस्ट्री आपको ये अपॉर्चुनिटी देती है कि आप अपनी मदर फादर के साथ में रह सकते हैं, उनको और ज्यादा हमेशा यंग बना सकते हैं, उसको प्राउड फील करवा सकते हैं, और एक साथ रह के अपनी लाइफ को एंजॉय कर सकते हैं। ओवर टू अर्जुन सर। താങ്ക് യു മാം. സോ നമുക്ക് യങ്സ്റ്റേഴ്സിന് പൊതുവെ ഉണ്ടാകുന്ന ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് ഉണ്ടാക്കണോ അതോ ഫാമിലിനെ നോക്കണോ അതോ ഹെൽത്ത് നോക്കണോ എന്നുള്ളതാണ്. യൂഷ്വലി എല്ലാവർക്കും ആ ഒരു മൈൻഡ് സെറ്റ് ആണ്, എങ്ങനെയെങ്കിലും വരുമാനം ഉണ്ടാക്കണം, വരുമാനം കൂട്ടണം. ഞാൻ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളായിരുന്നു. അപ്പൊ മാഡം പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഡത്തിനെ സംബന്ധിച്ച് വരുമാനം ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ഫാമിലിക്കും ഹെൽത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അതിന്റെ ഒരു ഉദാഹരണം പറയുന്നത് മാഡത്തിന്റെ ഒരു പ്രൊഫസർ, അദ്ദേഹം പെർ മന്ത് ഏകദേശം ഒരു 5 ലക്ഷത്തിന് മേലെ വരുമാനം മേടിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ വൈഫ് വേറൊരു രാജ്യത്താണ്, അവരൊരു പ്രൊഫസറാണ്, അവർക്ക് ഒരു 8 ലക്ഷം തൊട്ട് 9 ലക്ഷം വരെ വരുമാനം കിട്ടുന്നുണ്ട്. അവരുടെ മകൻ വേറൊരു രാജ്യത്താണ്. ഇവര് 3 പേരും 3 രാജ്യത്താണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴെങ്കിലും ഒന്ന് കാണണമെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കൺട്രി സെലക്ട് ചെയ്തിട്ട് ഇവർക്ക് അവിടെ മീറ്റ് ചെയ്തേ പറ്റൂ. അവിടെ മീറ്റ് ചെയ്തിട്ടാണ് ഇവര് 2 ആഴ്ച അവിടെ ഒരുമിച്ച് നിന്നിട്ട് പിന്നെ എല്ലാവരും തിരിച്ച് അവരവരുടെ ഇടത്തിലേക്ക് പോകും. അപ്പൊ ഇങ്ങനെ ഒരു ലൈഫ് എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ളത് മാഡത്തിന് തോന്നി? കാരണം ഇങ്ങനെ ഒരു കൺസെപ്റ്റിൽ ജീവിച്ചിട്ട് എന്താ കാര്യം? കാരണം നമുക്കൊരു സന്തോഷമുണ്ടെങ്കിൽ, നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യാൻ നമ്മുടെ ഒപ്പം ആളുണ്ടെങ്കിലേ സക്സസിന് വിലയുണ്ടാവും. ഒരുപാട് കാശുണ്ട്, ഒരുപാട് വരുമാനം വരുന്നുണ്ട്, പക്ഷെ സംസാരിക്കാൻ ഒരാൾ പോലും ഇല്ലെങ്കിൽ എന്താണ് അതിന്റെ കാര്യം? അപ്പൊ മാഡം വളരെ രസകരമായിട്ടൊരു കാര്യം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം അമ്മ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ PhD ചെയ്യുമ്പോൾ ഞാൻ ഹോസ്റ്റലിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഹോസ്റ്റലിൽ നിന്ന് എന്റെ അമ്മയുടെ അടുത്തേക്ക് എന്നെ തിരിച്ചെത്തിക്കുന്നത് RCM ആണ്. കാരണം എന്താ, അവിടെ നാട്ടില് മീറ്റിങ്ങുകൾ ഉണ്ടായിരിക്കും, സെമിനാർ ഉണ്ടായിരിക്കും, അതെടുക്കാൻ വേണ്ടി ഇവിടുന്ന് ലീവ് എടുത്തിട്ട് അങ്ങോട്ട് പോകും. അങ്ങനെ അമ്മയെ കാണുന്നുണ്ട്, അമ്മയെ കാണാനുള്ള ഒരു അവസരം RCM ഒരുക്കി തരുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ RCMന്റെ ബിസിനസ്സിൽ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഒരാളെയും വിളിക്കുന്നില്ല. നമ്മുടെ ഫാമിലി വരണം എന്ന് പറയും. വൈഫ് ഉണ്ടെങ്കിൽ വൈഫിനെ കൊണ്ടുവരണം, മകളുണ്ടെങ്കിൽ മകളെ കൊണ്ടുവരണം, മകനുണ്ടെങ്കിൽ മകനെ കൊണ്ടുവരണം, അമ്മയുണ്ടെങ്കിൽ അമ്മയെ കൊണ്ടുവരണം, അച്ഛനുണ്ടെങ്കിൽ അച്ഛനെ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അപ്പൊ മാഡം വളരെ രസകരമായിട്ട് പറയുന്ന കാര്യം, ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോൾ അമ്മയോട് ഞാൻ ചോദിക്കും, അമ്മ ചിലപ്പോൾ പുറത്തേക്ക് പോയി എങ്ങോട്ടാ പോകണം ചോദിക്കുമ്പോൾ അമ്മ പറയും, നീ പേടിക്കണ്ട, ഞാനിവിടെ അയൽപക്കത്തൊക്കെ ഒന്ന് പോവാണ്, വേൾഡ് ടൂറും അതുപോലെ തന്നെ ഇന്ത്യ ടൂറും ഒക്കെ കറക്കാൻ നീ ഉണ്ടല്ലോ, നീ എന്റെ ആഗ്രഹങ്ങള് സഫലീകരിക്കൂല. അപ്പൊ മാഡം പറയുന്നത് ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ബിസിനസ് നമ്മുടെ വീട്ടുകാരെ, അതായത് മാതാപിതാക്കളെ നോക്കാൻ നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു അവസരമാണ്. അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ. കാരണം നമ്മളില്ലെങ്കിൽ, അതായത് നമ്മുടെ അച്ഛനമ്മയും വേറൊരു സ്റ്റേറ്റിലാണ്, നമ്മൾ വേറൊരു സ്ഥലത്താണെങ്കിൽ അവർക്ക് പെട്ടെന്ന് പ്രായമാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സംസാരിക്കാൻ ആളില്ല, അവർക്ക് മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ പുറത്ത് കറങ്ങാൻ പോകാൻ അങ്ങനെ ഒരു ആശ്രയമോ കാര്യങ്ങളോ ഒന്നും ഇല്ല, അവർ പെട്ടെന്ന് ഏജ് ആവും. പക്ഷെ നമ്മുടെ ഒരു ഇൻവോൾവ്മെന്റ് അവരുടെ കൂടെ ഉണ്ടെങ്കിൽ അത് അവരുടെ ലൈഫിലും നമ്മുടെ ലൈഫിലും വലിയൊരു പോസിറ്റീവ് ഹാപ്പിനെസ് തരും. അത് ഒരുമിച്ച് കൊണ്ടുവരാൻ, അതായത് മണി മേക്കിംഗ്, ഫാമിലി ആൻഡ് ഹെൽത്ത്, ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് RCM. ഓവർ ടു യു മാം.
थैंक यू। दूसरी इंडस्ट्री में जैसे आप टॉप पे जाते हैं, आप फैमिली से दूर होते हैं। बस इस इंडस्ट्री में जैसे ही आप टॉप पे जाते हैं, आप फैमिली से और ज्यादा क्लोज होते हैं। ये इस इंडस्ट्री की पावर है। जैसे दूसरी इंडस्ट्री में आप ऊपर जाते हैं तो आपकी रिस्पॉन्सिबिलिटी इतनी होती है कि आप हेल्थ पे ध्यान नहीं दे पाते। पर इस इंडस्ट्री में ऑटोमेटिकली न्यूट्रीचार्ज, गामा ओरिजिनॉल, गुड डॉट, ये सब आके इतनी ट्रेनिंग हमें देते हैं कि ऑटोमेटिकली हमारा फेज बन जाता है कि हम हेल्दी लाइफ में चले जाते हैं। तो आप अपनी लाइफ को बहुत इंजॉयबल बना सकते हैं, ट्रेवल कर सकते हैं, लग्जरी वाली लाइफ इंजॉय कर सकते हैं, वर्ल्ड टूर, इंडिया टूर कर सकते हैं। और जो लड़कियों की लाइफ में जो अनसर्टेन है हर एक अलग अलग एज में, उस चीज को आप ओवरकम कर सकते हैं। अगर आपने शादी से पहले अपना रॉयल्टी टेक्निकल कर लिया तो शादी के बाद आप जहां भी जाएंगे वहां पे अपने बिजनेस को बिल्ड करेंगे और अलग अलग फेज में आप अलग अलग सक्सेस को एंजॉय कर सकते हैं। और ये सिर्फ और सिर्फ डायरेक्ट सेलिंग इंडस्ट्री में ही होती है। अगर बाई चांस आपकी शादी ऐसे लोगों से हो गई जो अलग अलग जगह पे मूव कर रहे हैं, तो आप बोलेंगे कि मेरी जॉब का क्या होगा। लेकिन अगर यहाँ पे अगर आपकी शादी किसी आर्मी पर्सन से, किसी ऐसे पर्सन से हो गई, तो आप बहुत खुश होंगे। चलो ठीक है, अभी असम में बिजनेस बिल्ड करेंगे, अभी मुंबई में करेंगे, अभी दिल्ली में करेंगे, अभी इधर करेंगे, तो आप बहुत खुश होंगे जब उनका ट्रांसफर होगा। तो ये बहुत ज्यादा आपको सुपर वुमेन बनाती है, सुपर पावरफुल बनाती है, और आपको हर एक चीज से आप ओवरकम कर सकते हैं इस इंडस्ट्री के माध्यम से। ओवर टू अर्जुन सर। താങ്ക് യു മാം. അപ്പൊ മാഡം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അൺസർട്ടിനിറ്റി നമുക്ക് ഉണ്ടാവുന്ന ചില ഡൗട്ടുകൾ ഇപ്പം മറ്റേ കമ്പനികളും നമ്മുടെ കമ്പനി തമ്മിൽ വ്യത്യാസം എന്താ വെച്ചാൽ മറ്റേ കമ്പനിയിൽ നമ്മൾ എത്രത്തോളം സക്സസ് ആവുന്നോ, മറ്റേ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ നമ്മൾ എത്രത്തോളം സക്സസ് ആവുന്നു അത്രത്തോളം ഫാമിലിയിൽ നിന്ന് നമ്മൾ ദൂരേക്ക് പോകും. പക്ഷെ ആർ സി എമ്മിൽ അങ്ങനെയല്ല. ആർ സി എമ്മിൽ തുടക്കത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഫാമിലി ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഹയർ സ്റ്റേജിലേക്ക് വരുന്തോറും ഫാമിലി നിങ്ങളുടെ കൂടെ കൂടുതലായിട്ട് അസോസിയേറ്റ് ആവും. ഫാമിലി ഇല്ലാതെ പിന്നെ നിങ്ങൾക്ക് മീറ്റിംഗിലേക്ക് പോകാൻ പറ്റില്ല. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ മുൻനിര ലീഡേഴ്സിനെ എല്ലാവരും കേസിൽ നമ്മൾ കണ്ടിട്ടുള്ള ഇപ്പം എല്ലാവരും ഒരുമിച്ച് ഫാമിലി ആയിട്ടാണ്, ഞാൻ അടക്കം ഫാമിലി ആയിട്ടാണ് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ സ്ത്രീകളുടെ കാര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരുപാട് അൺസർട്ടൈൻ ആയിട്ട്, അതായത് ഒരുപാട് കാര്യങ്ങൾ ഒരു അവ്യക്തത വരുന്ന പല ഏജ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഒരു ഏജ് ഗ്രൂപ്പിലും സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബിസിനസ് പഠിപ്പിക്കുന്നതിനായിട്ട് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിയുമ്പോൾ ഒരു പക്ഷേ അവർ ചെയ്യുന്ന, നമ്മൾ സാധാരണ ഒരു ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവരൊരു ജോലി ചെയ്യുന്നു, ഹസ്ബൻഡിന് ഒരു പോസ്റ്റിംഗ് കിട്ടുന്നു, അദ്ദേഹത്തിന്റെ ഒപ്പം പോവേണ്ട അല്ലെങ്കിൽ നിർബന്ധിതമായിട്ട് അദ്ദേഹമായിട്ട് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് ചെയ്യുന്നത്. പക്ഷെ ആർ സി എമ്മിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കല്യാണം കഴിച്ച് പോകുന്ന സ്ഥലം കൊൽക്കട്ടയാണെങ്കിൽ അവിടെ ആലോചിക്കുന്ന, അതായത് ഈ ഒരു മാഡം ഒരു റോയൽറ്റി അച്ചീവർ, ഒരു ടെക്നിക്കൽ ലെവലൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അവർ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ ഇനി എനിക്ക് കൽക്കട്ടയിൽ പോയിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാം, ബീഹാറിൽ പോയിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാം, കേരളത്തിൽ. അപ്പൊ എവിടെ ഹസ്ബൻഡിന് പോസ്റ്റിംഗ് കിട്ടിയാലും ഹസ്ബൻഡിന്റെ ഒപ്പം നിൽക്കാമെന്ന് മാത്രമല്ല അവിടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. അത് മാത്രമല്ല കല്യാണപ്രായം ആവുന്നതിനേക്കാൾ മുന്നേ തന്നെ സ്വന്തം കല്യാണത്തിനുള്ള ചെലവുകളും കാര്യങ്ങളും ഈ ഒരു ബിസിനസ്സിലൂടെ തന്നെ നമുക്ക് സ്വരുക്കൂട്ടി വെക്കാൻ സാധിക്കും. സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ കല്യാണം നമുക്ക് തന്നെ വീട്ടുകാരെ ആശ്രയിക്കാതെ അല്ലെങ്കിൽ അവരെ അധികം രീതിയിൽ യാതൊരു തരത്തിലെ ബുദ്ധിമുട്ടുകൾ അറിയിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു കല്യാണം ഓട്ടോമാറ്റിക്കലി നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ ഈ ഒരു എന്താ സമ്പാദ്യ ശേഷി കൊണ്ടും നമുക്ക് നമ്മളെ തന്നെ നോക്കാൻ പറ്റും. ഒരു സൂപ്പർ വുമൺ ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കും. ഓവർ ടു യു. थैंक यू। एंड लास्ट बट नॉट द लिस्ट, ये जो बिजनेस है, ये बिजनेस आपको सुपर पावरफुल बनाती है, क्योंकि आपकी यहाँ पे स्किल डेवलपमेंट हो जाती है। अलग अलग फेज में अलग अलग स्किल आप सीखते हैं, चाहे कम्युनिकेशन स्किल हो, डिसीजन मेकिंग हो, प्रॉब्लम सॉल्विंग हो, क्रिटिकल थिंकिंग हो, टाइम मैनेजमेंट हो, ये सब कुछ आप यहाँ पे आते हैं। और आप बहुत सारी चीजों को मैनेज करते करते आपको पता होता है कि कैसे चीजों को मैनेज करना है। और इन सब से आप जीरो से लेके हीरो तक अपने आप को सेल्फ मेड बनाते हुए आपकी जो पर्सनालिटी है वो वर्सटाइल पर्सनालिटी आप यहाँ पे बना सकते हैं। अभी जो सबसे ज्यादा मुझे आरसीएम ने दिया है वो ये दिया है कि अब मुझे किस भी सिचुएशन में आप डाल दीजिए, मैं उस सिचुएशन से निकलने के लिए रेडी हूँ। वो कॉन्फिडेंस मुझे आरसीएम ने दिया है। पिछले 6-7 साल में मैंने अलग अलग सिचुएशन, अलग अलग लोगों, अलग अलग जगह, अलग अलग लैंग्वेज, अलग अलग जगह कल्चर में जाके काम करने से मुझे आइडिया आ गया, मुझे कॉन्फिडेंस आ गया, मेरे पास वो सब स्किल आ गई है। और सबसे बड़ी बात, मेरे पास वो नेटवर्क है, चाहे वो मेरी टीम का हो, चाहे पूरे आरसीएम सिस्टम का हो। अगर मुझे कहीं पे ट्रेन मिस भी हो जाती है ना, मैंने अभी तक 3 ट्रेन मिस की है, पर उस ट्रेन मिस करने के बाद मुझे कभी भी गम नहीं हुआ, क्योंकि मुझे पता है उस एरिया में कोई ना कोई आरसीएम का है जहां पे मैं कुछ चीजें कर सकती हूँ, या जहां पे है अलग कुछ जुगाड़ कर सकते हैं। तो लाइफ की किसी भी कंडीशन हो, ट्रेन मिस हो, फ्लाइट मिस हो, कुछ चीजें हो जाए, कुछ भी दिक्कत हो जाए, कुछ भी हो जाए, मैं हैंडल कर सकती हूँ। और अगर आप यंग एज ग्रुप से, अगर आपकी एज 18 है, 19 है, अगर 18-19 एज से अगर आप 30 एज तक अगर आपने बिजनेस को बिल्ड कर लिया ना अच्छे से, आप सुपर पावर बन सकते हैं। दुनिया की कोई भी सिचुएशन को आप हैंडल कर सकते हैं, क्योंकि आपके पास वो सारे स्किल होंगे जो आपकी जीवन को क्वालिटी लाइफ बनाने में आपको हेल्प करेंगे। जीवन तो हर कोई जी रहा है,
हर कोई यहाँ पे है जो लोग अपने जीवन को जी रहा है, पर जीना और सही से जीना में बहुत फर्क होता है। और सही से जीना, हर एक प्रॉब्लम को सॉल्व करके सॉल्यूशन तक पहुंचना, ये आरसीएम आपको सिखा देता है। आप बहुत अच्छी पर्सनालिटी यहाँ पे डेवलप कर सकते हैं। ओवर टू अर्जुन सर। താങ്ക് യു മാം. അപ്പോൾ ഈ ഒരു ബിസിനസ് നമുക്ക് തരുന്നത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഒരാളോട് എങ്ങനെ സംസാരിക്കണം, ഒരു കാര്യത്തിൽ എങ്ങനെ തീരുമാനമെടുക്കണം, ഒരു പ്രോബ്ലത്തെ എങ്ങനെ സോൾവ് ചെയ്യണം, ഒരു കാര്യത്തെ പറ്റിയിട്ട് എങ്ങനെ ഡീപ്പായിട്ട് ചിന്തിക്കണം, എങ്ങനെ നമ്മുടെ സമയത്തെ കൃത്യമായി മാനേജ് ചെയ്യണം, എങ്ങനെ നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യണം, എങ്ങനെ സ്ട്രെസ് ഉണ്ടാവുമ്പോൾ അതിനെ നേരിടാൻ പഠിക്കണം, എങ്ങനെ സ്വന്തം കാര്യങ്ങൾ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ചെയ്യാൻ ഒരു സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം, എങ്ങനെ ഡിജിറ്റൽ ലെവൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം, എങ്ങനെ ലീഡർഷിപ്പ് ക്വാളിറ്റി കൊണ്ടുവരാൻ പറ്റണം, എങ്ങനെ ഈവന്റ് മാനേജ്മെന്റ് നടത്താൻ പറ്റണം. ഇത്തരം സ്കില്ലുകൾ നമുക്ക് ആർസിഎം തരുന്നുണ്ട്. മാഡം പറഞ്ഞത് മാഡത്തിന്റെ ജീവിതത്തിൽ മാഡത്തിന് ഏറ്റവും വലിയൊരു സമ്പത്ത് ആർസിഎം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതൊരു സിറ്റുവേഷനിൽ കൊണ്ടിട്ടാലും അതിനെ ടാക്കിൾ ചെയ്യാനും അതിനെ നേരിടാനുള്ള ഒരു കഴിവ് ആർസിഎം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. മാഡം പറഞ്ഞ മാഡത്തിന്റെ ലൈഫിൽ 3 വട്ടം ട്രെയിൻ മിസ്സായിട്ടുണ്ട്. പക്ഷെ ഓരോ വട്ടം ട്രെയിൻ മിസ്സാകുമ്പോഴും ട്രെയിൻ മിസ്സായോ എന്നുള്ളത്, അല്ലെങ്കിൽ മിസ്സായി പോയില്ലോ എന്നുള്ളതല്ല ആലോചിക്കുന്നത്. അവിടെ ഏതെങ്കിലും ഒരു ആർസിഎംകാരൻ ഉണ്ടായിരിക്കും, ഏതെങ്കിലും ഒരു രീതിയിൽ എനിക്ക് ബിസിനസ് അവിടെ കൊണ്ടുവരാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് മാഡം അതിനെ ചിന്തിക്കുന്നത്. അപ്പം ഈ ഒരു ബിസിനസ് നമ്മളൊരു സൂപ്പർ പവർ ആകും. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, രാജ്യങ്ങൾ സൂപ്പർ പവർ ആവുന്നത് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോ വ്യക്തികളും, എസ്പെഷ്യലി നിങ്ങൾ 18 തൊട്ട് 19 വയസ്സ് വരെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ നിങ്ങൾ ഈ ബിസിനസ് തുടർച്ചയായിട്ട് ഇഞ്ച് ബൈ ഇഞ്ച് ബിസിനസിനെ ഡെവലപ്പ് ചെയ്ത്, നിങ്ങളുടെ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്ത് നിങ്ങളെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ മാസ്റ്റർ ആവുമെന്ന് മാത്രമല്ല 30ാമത്തെ വയസ്സിൽ നിങ്ങൾ ഒരു സൂപ്പർ പവർ ആയിട്ട് മാറും. കാരണം എല്ലാവരും ജീവിക്കുന്നുണ്ട്, പക്ഷെ ശരിക്കും ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്നുള്ളത്, ജീവിതം എങ്ങനെ ആസ്വദിക്കാം എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണോ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം. ആ ഒരു ജീവിതം നമുക്ക് തരാൻ ഇന്ന് ആർസിഎം പ്രാപ്തരാണ്. നമ്മൾ റെഡിയാണോ എന്നുള്ളത് മാത്രമേ ചിന്തിക്കാനുള്ളൂ. ഓവർ ടു യു മാം. Thank you so much, sir. We have time, sir? Yeah, you can continue, ma'am. And one of the most important, this business give you freedom. आपको जो करना है आप कर सकते हो। अभी चूंकि मैं पीएचडी कर रही हूँ, ऑफिस जाना होता है, सुबह 9 बजे जाना होता है, शाम को 6:30 बजे आना होता है, तो मुझे सुबह की जो मॉर्निंग होती है ना, मैं उठती हूँ या तो अलार्म से, या तो मैं उठती हूँ फोन कॉल से। बट मेरे को ऐसे नहीं उठना। मेरा सबसे बड़ा ड्रीम ये है कि मेरे को एक बड़े से लाइब्रेरी दे दो, वहां पे मुझे बैठने दे दो, नो फोन, नो अलार्म, नथिंग, जस्ट मुझे बुक दे दो और मैं पढ़ती रहूं। अभी क्या होता है, जब कोई बुक पढ़ते हैं उसमें अगर खो जाते हैं ना, याद आता है कि अरे सुबह ऑफिस जाना है, जल्दी सोना होगा, या सुबह अभी ये वाला काम है, फॉलो अप करना है, मीटिंग करनी, ये करनी है। पर मुझे लगता है कि आने वाले कुछ सालों में मुझे वो फ्रीडम ये बिजनेस दे देगा कि मेरा सपना है कि मैं एक अच्छी से लाइब्रेरी बना के वहां पे पढ़ सकूं। और वो फ्रीडम एक यूथ को, वो फ्रीडम जो आप पिंजरे में बंधे हुए हैं, अपने ऑफिस में, अपने बिजनेस में, कहीं पे बंधे हुए, आपकी लाइफ की जो आपकी हॉबी है, वो बुक पढ़ना हो सकता है, डांस करना हो सकता है, गिटार बजाना हो सकता है, ट्रैवल करना हो सकता है, कुछ भी हो सकता है। वो फ्रीडम आपको देता है कि आप वो कर सकते हैं। ज्यादा काम क्यों करना है? वत्स सर हमेशा बोलते हैं, वत्स सर की एक बहुत अच्छी टेप है, 5 साल या 50 साल। उन्होंने बोला है कि जब आपके पास अपॉर्चुनिटी है 5 साल काम करने का, तो 5 साल काम करते हैं ना, लेकिन ये 5 साल वो 5 साल होंगे जब आप पागलों की तरह काम करेंगे, वर्क लाइक ए क्रेजी मैन, कुछ आपको ना दिखेगा। और लेकिन ये 5 साल काम करके आप पूरी जिंदगी का फ्रीडम आप ले सकते हैं, फैमिली के साथ टाइम बिताने का, अपनी जो भी आपकी हॉबी है उसको जीने का वो फ्रीडम देता है। और मैं डायरेक्ट सेलिंग इंडस्ट्री में इस हॉबी के लिए काम कर रही हूँ कि मेरे को फ्रीडम चाहिए। ओवर टू अर्जुन सर। മാഡത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ചിത്രം, ഒരു ലൈബ്രറിയിൽ ഇരിക്കുക എന്നുള്ളതാണ്. ലൈബ്രറിയിൽ ഇരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള പ്രഷറുകളും ടെൻഷനുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു ദിവസം രാവിലെ എണീറ്റ് ചെല്ലുകയാണ്, ലോകത്തിലെ ഏറ്റവും വലിയൊരു ലൈബ്രറി സ്വന്തം വീട്ടിൽ പണിതിട്ട് അവിടെ ഇരിക്കുകയാണ്. എത്ര നേരം വേണമെങ്കിലും ഇരിക്കാനുള്ള ഒരു ഫ്രീഡം. നമ്മൾ ആലോചിക്കണം, നമ്മൾ രാത്രി കിടക്കുമ്പോൾ നാളെ രാവിലെ ജോലിക്ക് പോകണമല്ലോ എന്ന് ആലോചിച്ച് കിടക്കുന്ന ആൾക്കാരാണ്. രാത്രി കിടക്കുമ്പോൾ നാളെ രാവിലെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ച് പോകുന്ന ആൾക്കാരാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് വർക്ക് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ 5 കൊല്ലം അല്ലെങ്കിൽ 50 കൊല്ലം. ഡോക്ടർ സുരേന്ദ്രഭട്ട് സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒന്നില്ലെങ്കിൽ നിങ്ങൾ 5 കൊല്ലത്തിലേക്ക് വർക്ക് ചെയ്യുക. പക്ഷെ ആ 5 കൊല്ലം നിങ്ങൾ ഒരു ഭ്രാന്തനെ പോലെ വർക്ക് ചെയ്യുക, അതിൽ 100% ആയിട്ട് കമ്മിറ്റഡ് ആവുക, ഡെഡിക്കേറ്റഡ് ആവുക, അതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ ആ ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഫ്രീഡം കിട്ടും. കാരണം നമ്മൾ ആരും ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ ഫുൾ ടൈം നമ്മൾ വർക്ക് ചെയ്യണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിർബന്ധിതരായിട്ട് നമ്മൾ വർക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമുക്കൊരു അവസരമുണ്ട്. 5 കൊല്ലം അടിയുറച്ച് ഈ ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നം എന്താണോ ആ സ്വപ്നത്തിൽ നമുക്ക് സെറ്റിൽ ആവാൻ സാധിക്കും, ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കും, എല്ലാ ഫ്രീഡങ്ങളും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. നമ്മുടെ ചോദ്യം, അതായത് മാഡം പ്രൊസസ് ചെയ്യുന്ന ഒരു ചോദ്യം ഇതാണ്, 5 കൊല്ലം അല്ലെങ്കിൽ 50 കൊല്ലം, ഏതിനാണ് നമ്മൾ റെഡി? നമ്മൾ 5 കൊല്ലത്തിനാണ് റെഡിയെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ 5 എന്ന് ഇടുക. ഓക്കെ, ഓവർ ടു യു മാം.
थैंक यू। तो मुझे ये समझ में आ गया था, मैं एनिवर्सरी प्रोग्राम में गई थी, जो फर्स्ट टाइम में गई थी, और उसके बाद एनिवर्सरी प्रोग्राम से आके मेरी जो नींद है ना वो उड़ गई थी। मैं अपने राइजिंग को लीडर मोहन सर को फोन की थी, मैं बोली थी सर अब मुझे बस रॉयल्टी कैसे बनना है ये बता दीजिए। सर मुझे बोले थे कि एक काम करो तुम कटिहार आ जाओ। तो मैं कोलकाता से ट्रेवल की थी, रात भर की जर्नी ट्रेवल करके मैं अपलाइन के घर पे गई थी। और अपलाइन के घर पे जाके मुझे उन्होंने बोला कि एक डायरी लेके आओ, और डायरी करके उन्होंने आरसीएम का प्लान बताया। आरसीएम का प्लान बता के एक ही दिन में आरसीएम का प्लान भी बताए, आरसीएम का कैलकुलेशन भी बताए कैसे इनकम आती है, 6 बेसिक भी बताए, 8 कोर स्टेप भी बताए, 7 कार्डिनल भी बताए। और उन्होंने वो डायरी मुझे पकड़ा दी, बोली जाओ इस पे काम करना है, तुम्हारा रॉयल्टी हो जाएगा। और मेरी अपलाइन के बीच का जो डिस्टेंस था वो लगभग 12 घंटे का था बाय ट्रेन। और उसके बाद से मैं आई, उसके बाद से मैंने प्लान का प्रैक्टिस किया, डेली प्लान करती थी, सर को बताती थी, सर बोलते थे, फोन पे मेरी काउंसलिंग होती थी, और फोन पे सर बताते तुमने ये गलती किया, ये गलती किया। और उसके बाद से धीरे धीरे अपने आप को इम्प्रूव करते हुए, इंडिपेंडेंट बनाते हुए, सिस्टम में आते हुए। सिस्टम इज इंपॉर्टेंट, क्योंकि मेरे पास कम टाइम था, मैं स्टूडेंट लाइफ में थी, मैं रिसर्च कॉलेज में थी, बहुत सारी क्लासेस होती थी, मॉर्निंग से लेके इवनिंग तक क्लासेस होती थी, बस सैटरडे संडे का टाइम होता था। मैंने सिस्टम पे फोकस किया। और वत्स सर हमेशा बोलते हैं कि आपकी बिजनेस में अगर सिस्टम आ गया, दैट मीन सेव योर सेल्फ सिग्निफिकेंट टाइम, एनर्जी और मनी। अगर आपने सिस्टम को डेवलप कर दिया तो भले ही आज बिजनेस कम हो, लेकिन कल वो बिजनेस बूम करेगा। तो मैंने सिस्टम का सपोर्ट लिया, मैंने हर एक वो काम किया जो सिस्टम में आके हो सकता है। आप वही काम कीजिए जो डुप्लीकेट हो सकता है, ये मैं वत्स सर से सीखी हूँ। और वत्स सर ने बोला था, और मेरे राइजिंग को लीडर मोहन सर बोले थे कि सिस्टम में आओ, 6 बेसिक, 8 कोर स्टेप, 7 कार्डिनल, यही एक्शन प्लान है और कुछ भी नहीं है। जब आप 6 बेसिक को फॉलो करते हैं ना, तो बेसिकली आप नेटवर्क को बिल्ड करते हैं, ज्वाइनिंग 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 ज्वाइनिंग, इस तरीके से आप अपनी टीम को बिल्ड कर रहे हैं। लेकिन एट द सेम टाइम हमें अपनी पर्सनालिटी को बिल्ड करना होता है, ताकि हम उस नेटवर्क को संभाल भी सकें। अदरवाइज हमने नेटवर्क बिल्ड कर लिया, अगर हमने अपनी पर्सनालिटी बिल्ड नहीं की, वो सारी स्किल सेट हमने बिल्ड नहीं की जिससे कि हम नेटवर्क को संभाल सके, तो नेटवर्क तो आएगा बट हम उसमें लीडर्स को क्रिएट नहीं कर पाएंगे। तो इंपॉर्टेंट ये है कि 6 बेसिक को फॉलो करते करते हम साथ ही साथ में 8 कोर स्टेप को भी फॉलो करें, ताकि हम अपनी एजुकेशन को, अपने आप को इम्प्रूव कर सके, और ताकि हम अपनी पर्सनालिटी को इम्प्रूव करके इस नेटवर्क से कितना बड़ा काम कर सकते हैं, उसके लिए अपनी पर्सनालिटी को बिल्ड कर सके। तो आप 6 बेसिक को फॉलो कीजिए, नेटवर्क को बिल्ड करने में लगातार। 6 बेसिक, 8 कोर स्टेप, 7 कार्डिनल क्या है, ये आपके अपलाइन से आपको पता चल जाएगा। आप यूनिक एजुकेशन सिस्टम यूट्यूब चैनल पे जाएंगे, वहां पे सारी इंफॉर्मेशन है। तो मैं बेसिकली फंडामेंटल बताती हूँ कि बिजनेस काम कैसे करता है, सिस्टम काम कैसे करता है। सिस्टम ये 3 चीज ही यहाँ पे। 6 बेसिक से आप नेटवर्क को बिल्ड करेंगे, मतलब ज्वाइनिंग ज्वाइनिंग ज्वाइनिंग, आप 2 लेग पे काम कर रहे हैं, 3 लेग पे काम कर रहे हैं, 4 लेग पे, जितने भी लेग पे काम कर रहे हैं, उन सभी के डेप्थ को पकड़ के, सभी के डेप्थ में ज्वाइनिंग 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 तो करेंगे। बट वहां से कंपाउंडिंग इफेक्ट लाने के लिए आपको अपनी लीडरशिप, कम्युनिकेशन स्किल, टीम हैंडलिंग स्किल और बहुत सारी अलग अलग चीजों को डेवलप करना पड़ेगा। वो आप 8 कोर स्टेप से अपनी पर्सनालिटी को बिल्ड करके तब जाके वहां पे जाएंगे। और एट द सेम टाइम जब आप 7 कार्डिनल्स रूल्स को फॉलो करेंगे, तो आप उन सभी गलतियों से बच जाएंगे जो गलती हम जाने अनजाने कर देते हैं, और उससे हमारे टीम पे बहुत गलत इंपैक्ट पड़ता है। तो यही 3 चीज अपने को करना है, 6 बेसिक नेटवर्क को बिल्ड करने में, 8 कोर स्टेप नेटवर्क को संभालने में, और जो चीजें यहाँ पे जो सबसे लास्ट कोर स्टेप है, लर्न, टीच एंड डुप्लीकेट। लर्न ऐसे करना है जैसे हमें किसी को सिखाना है, सीखना ऐसे नहीं है जैसे कि हमें स्टूडेंट है, सीखना हमें ऐसे है क्योंकि हमें जाके किसी को सिखाना है, तभी जाके उसका डुप्लीकेशन होगा, तभी जाके आपके टीम में बहुत बड़ी ग्रोथ आएगी। तो सिस्टम यही है, एक्शन प्लान यही है। और जब इनिशियली मुझे बोला गया था, तो मैं आई थी अपने रूम में 6 बेसिक, 8 कोर स्टेप, 7 कार्डिनल को एक पेपर पे खुद से लिख के, प्रिंट आउट लेके नहीं, खुद से लिखकर। सम टाइम आपका इमोशनल फील आना बहुत इंपॉर्टेंट है, आपका इमोशनल टच बहुत इंपॉर्टेंट है। तो मैंने हाथ से लिखा और मैंने अपनी दीवार पे स्टिक कर दिया कि मैं इसको फॉलो करने वाली हूँ। और हर सुबह उठ के मैं उसको देखती थी कि आज मैं ये सारे काम करने वाली हूँ, और रात को सोने से पहले मैं देखती थी कि आज मैंने क्या काम किया कि नहीं किया। और बाई चांस कुछ अगर छूट जाता था, रात के 1 बज रहे हैं, मैं अपनी रिसर्च वर्क से आई हूँ, पर 8 कोर स्टेप का एक पार्ट छूटा हुआ है कि मुझे आधा घंटा टेप सुनना है, आधा घंटा किताब पढ़ना है, तो रात को 1 बजे मैं एक टेप सुनती थी, मैं बुक पढ़ती थी, तब जाके मैं सोती थी। क्योंकि जब तक हम उसके प्रति, सिस्टम के प्रति हम ईमानदार नहीं होंगे, तब तक हमारे टीम में नहीं होगा, और तब तक हम बहुत बड़ा काम नहीं कर सकते हैं। तो थैंक यू सो मच, ऑलरेडी टाइम बहुत हो चुका है, तो आप लोगों ने मुझे ये टाइम दिया, ये मेरे लिए बहुत ऑनर है। उस टीम के साथ में टाइम
में बात करना, जो टीम मुझे हमेशा इंस्पायर की है, बहुत सारे सीनियर साथी ने मुझे पग पग पे बहुत ज्यादा इंस्पायर किया है, और आज जो भी हूँ कहीं ना कहीं आपका कंट्रीब्यूशन है, मेरे टीम का कंट्रीब्यूशन है। और स्पेशल थैंक्स मोहन सर को, जिन्होंने मुझे इस लायक बनाया कि आज मैं अपने ड्रीम टीम जो होती है उसके साथ आके प्रेजेंटेशन दे पा रही हूँ। थैंक यू सो मच। ओवर टू अर्जुन सर। थैंक यू मैडम। जैसे आपने देखा हमारे कमेंट बॉक्स में बहुत लोगों ने टाइप किया है कि 5 साल, बस 5 साल के लिए उनको काम करना है, लेकिन करेंगे तो बिल्कुल पागलों की तरह करेंगे। तो दैट इज एन अश्योरेंस ഫോർ യു ആൻഡ് മാഡം ने अभी जो बोला है कि ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അതായത് സിസ്റ്റം. നമ്മൾ ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞ വേറെ ഒന്നും വേണ്ട, സിസ്റ്റം ഫോളോ ചെയ്യുക. കാരണം മാഡത്തിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അപ്ലൈൻ ആയിട്ടുള്ള മോഹൻ പ്രസാദ് സാർ പഠിപ്പിച്ചു കൊടുത്ത അതേ കാര്യം തന്നെയാണ്. നിങ്ങൾ 6 ബേസിക്സ് ചെയ്യൂ, 8 കോർ സ്റ്റെപ്സ് ചെയ്യൂ, 7 കാർഡിനൽസ് ചെയ്യൂ. എന്തിനാണ് ചെയ്യുന്നത്? 6 ബേസിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോയിനിങ്ങൾ കൊണ്ടുവരിക. ഏത് രീതിയിൽ ജോയിനിങ് കൊണ്ടുവരണം, നെറ്റ്വർക്ക് എങ്ങനെ ചെയ്യണം, ആ നെറ്റ്വർക്കിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 8 കോർ സ്റ്റെപ്പ് ചെയ്യുക. എന്തൊക്കെ ചെയ്യാൻ പാടില്ല, കാരണം എന്തെങ്കിലും അതിൽ തെറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതൊക്കെ വെറുതെ ആവും. അപ്പോൾ അതിനെ കറക്റ്റ് ആയിട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നും കൂടി അറിയണം, അത് ചെയ്യാതെയും കൂടി ഇരിക്കണം. എന്നാലാണ് ബിസിനസ് കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകും. ലേൺ ടീച്ച് ഡ്യൂപ്ലിക്കേറ്റ്. ലേൺ ടീച്ച് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുക, അത് കഴിഞ്ഞിട്ട് പഠിപ്പിക്കുക, അത് പഠിപ്പിക്കുക. ഈ കാര്യം നമ്മൾ പഠിപ്പിക്കണം എന്നുള്ളൊരു മനസ്സോട് കൂടിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സേവ് യുവർ സെൽഫ് സിഗ്നിഫിക്കന്റ് ടൈം, എനർജി ആൻഡ് മണി. സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? RCM ഓൾറെഡി ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ സമയത്തെ ലാഭിക്കാനും, നമ്മുടെ ഊർജ്ജത്തെ ലാഭിക്കാനും, നമ്മുടെ വരുമാനത്തെ, നമ്മുടെ കാശിനെ ലാഭിക്കാനും പറ്റുന്ന ഒന്നാണ് സിസ്റ്റം. അതിനെ എളുപ്പമാക്കി തരുന്നതിനെയാണ് സിസ്റ്റം എന്ന് പറയുക. ആ സിസ്റ്റത്തിനെ നമ്മൾ ഫോളോ ചെയ്യുക, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മാഡം പറഞ്ഞ കാര്യം, മാഡത്തിന് ആദ്യമായിട്ട് സിസ്റ്റത്തിനെ പറ്റി അറിവ് കിട്ടിയപ്പോൾ മാഡം അത് പ്രിന്റ് ഔട്ട് എടുക്കല്ല ചെയ്തത്. 6 ബേസിക്സ്, 8 കോർ സ്റ്റെപ്സ്, 7 കാർഡിനാൽസ്, ഇതെല്ലാം പേപ്പറിൽ എഴുതി. കാരണം എഴുതുമ്പോൾ ഒരു ഇമോഷണൽ ടച്ച് വരും. അത് എഴുതിയതിനു ശേഷം ഓരോ ദിവസവും പഠനത്തിന് ശേഷം വീട്ടിൽ വന്നിട്ട് അതിൽ ഒരെണ്ണമെങ്കിലും ചെയ്തു എന്നുള്ളത് ഉറപ്പുവരുത്തും. 8 കോർ സ്റ്റെപ്സിൽ നിങ്ങളോട് ഒരു ക്ലാസ് കേൾക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെത്തുന്നത് 8:30, 9:00, 10 മണിക്കാണെങ്കിൽ പോലും രാത്രി 1 മണി വരെ ഇരുന്ന് ആ ക്ലാസ് കേട്ടിട്ടാണ് ആൾ കിടക്കുള്ളൂ. കാരണം ഉറപ്പ് വരുത്തുന്നുണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നമ്മളും ചെയ്യേണ്ട ഇതേ കാര്യം തന്നെയാണ്. ഞാൻ മാഡത്തിനോട് ആക്ഷൻ പ്ലാന്റെ കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ആക്ഷൻ പ്ലാനിൽ ഒരുപാട് വേറെ കാര്യങ്ങൾ വരുന്നു. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും വരേണ്ട ആവശ്യമില്ല. കാരണം RCM ബിസിനസ്സിൽ നമ്മുടെ TCG ഓൾറെഡി ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 6 ബേസിക്സ്, 8 കോർ സ്റ്റെപ്സ് ആൻഡ് 7 കാർഡിനൽ. സോ നമ്മൾ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നത് വൺ ഓഫ് ദി യങ്ങസ്റ്റ് അച്ചീവേഴ്സ്, ഇന്ത്യയിലെ ഏറ്റവും യങ്ങസ്റ്റ് അച്ചീവേഴ്സിൽ ഒരാളായ ഒരു ആളുടെ ക്ലാസ് ആണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതിന്റെ എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, നമുക്ക് റേഡിയേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഈ ക്ലാസ് കേൾക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, ഈ ഒരു ക്ലാസ് നിങ്ങൾ ഒരു പ്രചോദനമായിട്ട് എടുക്കരുത്, പകരം എന്തെങ്കിലും ചെയ്ത് കാണിക്കാൻ ഒരു തീരുമാനമായിട്ട് എടുക്കണം. കാരണം ബീഹാറിൽ നിന്ന് ഒരു വ്യക്തിക്ക് ഇത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ബീഹാറിൽ നിന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ നേടുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരി പഠനത്തിന്റെ ഒപ്പം RCM ബിസിനസിനെ ഏറ്റെടുത്ത് കൊണ്ടുവന്ന് ഇന്ന് ഒരു എമറാൾഡ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ കാലിബർ മനസ്സിലാക്കണം, അവരുടെ ഡ്രീം മനസ്സിലാക്കണം, അവരിനി ഏത് തരത്തിലേക്ക് ഉയരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയമില്ല. തീർച്ചയായിട്ടും എല്ലാ വിധത്തിലെ ആശംസകളും നേരുന്നു. ആൻഡ് താങ്ക് യു once again ma'am for giving us this wonderful opportunity. And as far as I have to say about your class, it was really great. It was a honor to listen to you, and we could really feel the energy that you have been giving to your team for so long. And I am glad that I had the opportunity to call you here. And we have one of our Virangana engineer, one of the strongest ladies in our team, Kanagamma madam, here to give a speech, a 2-minute speech about today's session. So I would like to invite her as well. Kanagamma madam, സംസാരിച്ചോളൂ. Thank you, Arjun sir. Thank you very much. This was a wonderful opportunity to hear a young girl. For me, she is my daughter like only, but I feel she is as a guru. And the touching word what she told is the distance between herself and her direct upline was only 12 hours. Namalku ivide, and thank you and wish you all the best ahead. And my prayers with you. And നമ്മൾക്ക് ഇവിടെ പറഞ്ഞത് ആ ഒരൊറ്റ സെന്റൻസ് മാത്രം എടുത്താൽ മതി. എന്റെ ഡയറക്റ്റ് അപ്ലൈനുമായിട്ട് 12 മണിക്കൂറിന്റെ അത്ര അകലേ ഉള്ളൂ. അത്ര യാത്ര ചെയ്തിട്ടാണ് ഡയറക്റ്റ് അപ്ലൈനെ കണ്ടത്. നമ്മളുടെ അപ്ലൈന്റെ അടുക്കലേക്ക് പോകാൻ നമുക്ക് എത്ര യാത്ര ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഏതെങ്കിലും കാര്യം ആക്ഷൻ പ്ലാൻ എഴുതുന്നുണ്ടോ, ആക്ഷൻ പ്ലാൻ എഴുതിയാൽ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ, എന്തായിരുന്നു അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ റിസൾട്ട്. ഇനി സെയിൽ പേഴ്സൺ ആണെങ്കിൽ എത്ര സെയിൽ നടന്നു, എത്ര റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി, എത്ര നെറ്റ്വർക്കിംഗ് പറഞ്ഞു, എത്ര പ്രോസ്പെക്ടിങ് ചെയ്തു,
ശരിക്കും അനാലിസിസ് ഇല്ലാതെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണ ഒരു രീതിയാണ് നമ്മളുടേത്. ഈ ഒരു അവസരം ഒരിക്കലും മിസ് ചെയ്യരുതെന്നുണ്ടായിരുന്നു. ഞാൻ പകുതി വഴി കോർത്തിട്ട് ഓടി വന്ന് ജോയിൻ ചെയ്ത, പക്ഷെ എനിക്ക് മുഴുവൻ ക്ലാസ്സും കേൾക്കാൻ പറ്റി. എന്നാൽ അതുപോലെ ഞാൻ ആഗ്രഹിച്ചിരുന്നു, പ്രൊമോഷൻ വന്നപ്പോ അതുപോലെ ആഗ്രഹിച്ചിരുന്നു. അപ്പൊ അത് ഒത്തിരി ഒത്തിരി എന്താ പറയാ, നമുക്ക് കേട്ടവർക്ക് എന്തൊക്കെ അത് ഫീൽ ചെയ്തെന്ന് എനിക്ക് പറയാൻ അറിയില്ല. കാരണം പേരൻസ് പ്രായമാകുന്ന കാര്യം പറഞ്ഞു, എത്ര സത്യമായ കാര്യമാണ്. ഭാരതം നിറച്ചും വ്യാപിച്ചു കിടക്കുന്ന ഫാമിലീസ് ആണ്, ഇല്ലേ? ഫാമിലീസ് ഫാദർ ഒരിടത്ത്, മദർ ഒരിടത്ത്, ചൈൽഡ് ഒരിടത്ത്, മീറ്റിംഗ് പ്ലേസ് വേറൊരിടത്ത്. ഇങ്ങനെ പോകുമ്പോ ഇപ്പൊ നമ്മുടെ ചുറ്റിനും എവിടെയെങ്കിലും നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോ എല്ലായിടത്തും പേരൻസ് മാത്രമേ ഉള്ളൂ. പിള്ളേരൊക്കെ അവരുടെ വഴിക്കാണ്, സംസാരിക്കാൻ പോലും സമയമില്ല. ആ ഒരു ഹാപ്പിനെസ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു യങ്സ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഏജിൽ നമ്മുടെ മക്കൾ ആര് ചിന്തിക്കുന്നു, ഇങ്ങനെ ചിന്തിക്കുന്നത് തന്നെ വളരെ വലിയ ഭാഗ്യം. ഗോഡ് ആക്ച്വലി you are a gift to RCM industry itself, because it's God's decision that you may lead a country itself. Thank you all, and wish all the best. Thank you, Arjun sir. Thank you, ma'am. അടുത്തായിട്ട് നമ്മുടെ കൂടെ ഗിരീഷ് sir, Rising Core Leader Girish sir. So our most strongest pillar of Kerala RCM, Rising Core Leader Girish sir is with us today, and I would like Girish sir to speak a few words for today's session. Yes sir, welcome sir. ओके, थैंक यू अर्जुन। JRCM मधुसूदी, बहुत अच्छा लगा। हमने बहुत दिन से इंतजार कर रहे आपका क्लास को। अभी आपका बातों से हम पूरा केरला वाला प्रभावित हो गया है। अभी जस्ट हमारा सौरभ सर केरला आया है, सुबह से लेके मैंने सर के साथ डिपो, वंडरवर्ल्ड क्योंकि सारे दौड़ करके आया। मैं सर को भी बताया आज हम शाम को मधुसूदी का क्लास सुनने जा रहा हूँ, हम सारे एक्साइटेड है। बहुत अच्छा बताया। देखो, एक बेटी होने के नाते मम्मी पापा को जो करके देना चाहिए आपने इस उम्र में करके दे दिया, बहुत अच्छा। और आगे बहुत आगे बढ़ना है, बहुत सारे लोगों को इंस्पायर करना है। केरला में जब भी जो भी प्रोग्राम होता है आप उसमें शामिल है, आप उस केरला का एक पात्र बन गए। अभी मेरा भी कोई प्रेजेंटेशन में आप है, क्योंकि मुझे पर्सनली बहुत सारे एनर्जी आपका काम से मिलता है और आपका जो एक्टिविटी से मिलता है। താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, നമുക്കറിയാം ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ആ പഠനത്തിന്റെ കൂടെ തന്നെ RCM ഒരു പ്രൊഫഷണൽ ആയിട്ട് ഏറ്റെടുത്ത് ഒരു എമറാൾഡ് ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. അച്ഛനും അമ്മയ്ക്കും ഏറ്റവും തുണയായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി, അച്ഛന്റെ അമ്മയുടെ സ്വപ്നങ്ങൾ പൂവണിക്കാനായിട്ട് പാർട്ട് ടൈം ആയിട്ട് ചെയ്ത്. ഇവിടെ സമയമില്ലാന്ന് നമ്മൾ പറയുമ്പോൾ സമയം നമ്മൾ ഉണ്ടാക്കിയാൽ ഉണ്ടാവുന്നതാണ്, ശരിയല്ലേ? അപ്പോ അവിടെ മധുസൂദി പറഞ്ഞൊരു കാര്യം, അപ്ലയൻ പറയുന്ന കാര്യങ്ങൾ അതേപടി ഫോളോ ചെയ്യുന്നു, അപ്ലയനായിട്ട് നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തു വെക്കുന്നു, സിസ്റ്റം ഫോളോ ചെയ്യുന്നു. സുരേന്ദ്രഭട്ട് സാർ പറഞ്ഞ പോലെ നമ്മൾ സിസ്റ്റവുമായിട്ട് കണക്ട് ആവണം. സിസ്റ്റത്തിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ സിസ്റ്റം നമ്മളെ ഏത് ലെവലിലേക്ക് വേണമെങ്കിലും എത്തിക്കും എന്നതിനൊരു തെളിവാണ് മധുസൂദി ഇപ്പൊ പറഞ്ഞത്. താങ്ക് യു സോ മച്ച് മധുസൂദി. ജയ് RCM. Thank you so much sir for your blessing. Thank you so much. मेरे पीछे आपका फोटो है, देखा? हम Yes, दिल्ली sir. में पीछे थे। Thank you sir. गुड गुड गुड, सुपर। अभी आप फिजिकली केरला में आने का, ठीक है? Sure sir, जरूर. താങ്ക് യു ഗിരീഷ് സാർ. നമ്മുടെ ഒപ്പം കമന്റ് പറയാൻ രണ്ടുപേരും കൂടി ഞാൻ ക്ഷണിക്കുകയാണ്. അത് കഴിഞ്ഞ് പ്ലാറ്റ്ഫോം ഒഫീഷ്യലി ക്ലോസ് ചെയ്യും, കാരണം നമുക്ക് അടുത്ത മൂർത്തി സാറും സുജിത് സാറിന്റെയും പ്രോഗ്രാം ഉണ്ട്. നോബൽ സാർ കമന്റ് പറഞ്ഞോളൂ. थैंक यू JRCM मधुसूदी मैम। मेरा नाम नोबल जोस, स्टार पेड अचीवर हूँ केरला से। लास्ट टाइम दिल्ली में जो प्रोग्राम में आया था तभी आपसे मिल नहीं पाया, मैं बहुत कोशिश किया लेकिन बात नहीं हो पाया। लेकिन बहुत अच्छा लगा अभी जो प्रोग्राम सुन के। मेरा कमरे में मेरा बेटी भी यहाँ पर एकदम सामने बैठी हुई, बीच में वो बात कर रहा था इसे कुछ मैंने बोला चुपचाप बैठो, अभी मुझे सुनने दो, ये सीखने दो मुझे। 18 साल के बाद ये जो मधुसूदी जैसे मेरा बेटी को भी ऐसा लीडर बनाना है मुझे। थैंक यू मैम, थैंक यू सो मच, वंडरफुल सेशन। इसमें सबसे मुझे अच्छा लगा एक्शन प्लान। हम लोग हमेशा यही सीखते हैं, यही सिखाते हैं। थैंक यू वंस अगेन।
നമുക്ക് എല്ലാവർക്കും ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടി മധുസൂദി മാഡത്തെ കാണാനും കേൾക്കാനും. എല്ലാ ലീഡേഴ്സും പറയുന്നത് പോലെ ആ 6 ബേസിക്സ് നമ്മൾ വളരെ കൃത്യമായി നമ്മൾ പഠിച്ചാൽ പാലിച്ചാൽ നമുക്ക് വലിയ സക്സസ് ഈ ബിസിനസ്സിൽ ഉണ്ടാവും. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. വൺസ് അഗൈൻ താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു അർജുൻ ജി. താങ്ക് യു സർ. രമ്യ മാഡം, നമ്മുടെ വീരാംഗന, അതേപോലെ തന്നെ കീസോളില് നമ്മുടെ നിർജ്ജര, ഓൾ ഇൻ വൺ, ഓൾറൗണ്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന നിർജ്ജര രമ്യ മാഡം നമ്മുടെ കൂടെയുണ്ട്. രമ്യ മാഡം സംസാരിച്ചോളൂ. Thank you. Madhusudhi, no words. Excellent session. Like a little sister, I'm considering you because I have lots of sisters. But one specialty I've noticed that you have a good vision. And you enlightened us. Really, really. It's not just a motivation. You have inspired us. Each and every points I have noted here, there is nothing to eliminate because each and every point is, it showed a good path. And many things we have to follow. I am also a technical achiever, but lots of things we have learned today. Lots of things. No words, no words. Beyond the words, you have taken class for us today. Thank you so much. Thank you. Our blessings also there. താങ്ക് യു രമ്യ മാഡം. വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു. ആൻഡ് ആസ് യു ക്യാൻ സീ മാം, ഇറ്റ് വാസ് എ വെരി ഇമോഷണൽ സെഷൻ ഫോർ എ ലോട്ട് ഓഫ് us, and realizing our strength, that how much we can go further with your words. And today we are very blessed to have another special personality, the most powerful person in Kerala, and the fastest team creator in Indian history, none other than CRN Murthy sir. So with a very hearty welcome, I invite CRN Murthy sir to tell a few words about this presentation. Sir, please. Thank you, JRCM, मधु जी. मुझे तो कोई वर्ड्स नहीं है आपका सेशन के बारे में बोलने के लिए. आई थिंक दिस विल बी योर फर्स्ट एक्सपीरियंस विद द ट्रांसलेशन. am I correct? क्योंकि आप तो आपका सेशन तो इतना ना विदाउट एनी ब्रेक कंटिन्यू होते रहते, उसका बीच में रो के आपने कंटिन्यूटी को बना के रखा. एंड सुपर्ब, ऑल द पॉइंट्स यू हैव कवर्ड. താങ്ക് യു വെരി മച്ച്. ആക്ച്വലി നമുക്ക് ഒരു 640-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 200ഓളം ആൾ പോയി. പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 2017 റോയൽറ്റി ആയിരുന്നു. ഇന്ന് കഴിഞ്ഞ 2 വർഷമായിട്ട് റെഗുലർ ആയിട്ട് എമറാൾഡ് ഇൻകം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന 6 ഫിഗർ ഇൻകം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എല്ലാവർക്കും ആർക്കും തരുന്ന ഒരേ ഓപ്പർച്യൂണിറ്റിയാണ്. എന്തുകൊണ്ടാണ് നമ്മളിൽ പല ആളുകൾക്കും അങ്ങനെ നേടാൻ കഴിയാത്തത്? ഇപ്പോൾ പറഞ്ഞില്ലേ, എന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വളരെ ഫാസ്റ്റായിട്ട് നേടിയ ആളാണ്. ഞാൻ നേടിയെന്ന് പറയുന്നത് എൻ്റെ കഴിവാണ്. ആസ് എ ഗ്രൂപ്പ് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ TCG പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതും നമ്മൾ ചെയ്യുന്നതും തമ്മിലുള്ള അന്തരം നിങ്ങൾ നോക്കൂ. അവിടെയാണ് പ്രശ്നം. ഒരു സ്റ്റുഡൻ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കെ തന്നെ ടേക്കപ്പ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തുകൊണ്ട് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരാൾക്ക് എമറാൾഡ് ആകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഫുൾ ടൈം ആണെന്ന് പറയുന്ന നമ്മൾ എത്ര പേര് അല്ലേ? ഇതിനകത്ത് സ്റ്റാർ മുതൽ അച്ചീവേഴ്സ്, സ്റ്റാർ എമറാൾഡ് വരെയുള്ള ആളുകളിൽ, റൂബി വരെയുള്ള ആളുകൾ ഇപ്പം നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഓരോ ദിവസവും നമ്മൾ എത്ര സമയം ഇതിൽ വിനിയോഗിക്കുന്നു? മധുജി, ഐ വാസ് just mentioning, being a student, you could achieve the level of emerald in very short span of time. And there are so many people doing full-time RCM. And why they are not able to? Because the time, quality time invested in RCM is less. Just compare that, just realize that. Because RCM is giving opportunity, same opportunity everyone. And particularly in last 3 years, RCM has grown up like anything. So many products in technology also. അല്ലേ? കഴിഞ്ഞ 3 വർഷം കൊണ്ട് RCM ഉണ്ടായിട്ടുള്ള വളർച്ച നോക്കൂ. ഏതൊരു പ്രൊഡക്റ്റുകളാണ് വരുന്നത്. ടെക്നോളജി ആണെങ്കിൽ നമ്മൾ കമ്പനിക്ക് ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് റിപ്ലൈ വരുന്നു. കമ്പനിയിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് വരുന്നു. അതുപോലെ ഓൺലൈനായിട്ടും എല്ലാം. ഇതിനൊക്കെ ശരിക്കും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം സുന്ദര സുരഭിലമാക്കാനുള്ള ഒരു അവസരമാണ്. അത് ശരിക്കും ഒരു ഉണർത്തുപാട്ടായിരുന്നു.
ഇന്നത്തെ സെഷൻ. Wonderful session. Thank you very much. As the host mentioned, we are eagerly waiting for your physical presence also in Kerala. We will make one opportunity for that also. Okay. Thank Thank you you so very much, much and sir. wish you all the best. Thank you so much, sir. Today for me it was amazing day because I got your blessing and Greece sir blessings and madam blessing. Really wonderful day for me also. Thank you so much, sir. Okay. താങ്ക് യു മുർസാർ. അപ്പൊ സാർ ഇത് ഈ സെഷൻ കണ്ടിന്യൂ ചെയ്യണോ അതോ ക്ലോസ് ചെയ്തിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്താൽ ഒന്ന് മതിയോ? ക്ലോസ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ബ്രേക്ക് കൊടുത്തിട്ട് ആളുകൾ Okay. ചെയ്തോട്ടെ. ഓട്ടെ. നമുക്ക് Okay, sir. നമ്മുടെ Thank you. 28ാം തീയതിയിലെ പ്രോഗ്രാമിനെ സംബന്ധിച്ച് കുറച്ച് നിർദ്ദേശങ്ങൾ തരാനാണ്. അപ്പോൾ നിങ്ങളുടെ ടീമിലുള്ളവരെ പങ്കെടുക്കുന്നവരെ എല്ലാവരെയും ഒന്ന് വിളിച്ച് കയറ്റി ഒരു 15 മിനിറ്റ് ബ്രേക്ക്. ഇപ്പോൾ 8:50 നമുക്ക് 9:05 നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. Okay. Thank you, sir. So once again, a very great day today because we got a lot of comments and a lot of attendance for today's program, and above all, it's a very wonderful session, ma'am, and hoping to have a lot of session from your side in the coming days, weeks, and years, and truly blessed to have you in RCM industry. And thank you once again, मैम. बहुत बहुत शुक्रिया आपका इस प्रोग्राम में आने का और हमें इतना अच्छा चीजें सिखाने का. बहुत लीडर्स यही बातें बोलते हैं, लेकिन जब दूर से कोई आवाज आते हैं तो थोड़ा न्यू लगता है. यहाँ तो सभी बोलते हैं, एक ही चीज बोलते हैं. इंडिया में सभी एक ही चीज बोलते हैं, लेकिन जो बोल रहे हैं उसमें थोड़ा फर्क है. और आप यंगस्टर्स के वो वॉइस को करेक्ट दिशा में, करेक्ट डायरेक्शन देने के लिए आपका आज का सेशन बहुत बहुत अच्छा लगा. और आशा करता हूँ कि हमारी तरफ से भी आपका वेलकम अच्छा ही हुआ है. और hoping to see you again in person, ma'am. So thank you. JRCM, good RCM once again, ma'am. From all Kerala, we thank you. Thank you so much, sir. JRC. Yeah, थैंक Nana, यू ma'am. मधुसूदी. अभी 28 को केरला में महोत्सव Thank चल you, रहा है. ma'am. Thank you very आप much. आ जाइए. Sudhi ma'am. Thank you. you. Thank you very much. Thank you, sir. Madhusudhi. Thank you. Jai Shyam. Madam, thank you very much. Thank you, ma'am. Thank you, madam.